പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോയുടെ പരിശുദ്ധ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഈ ആലയത്തിൽ നമുക്ക് വീണ്ടും ഒരിക്കൽ കൂടി ഒരുമിച്ച് ചേരാൻ സാധിച്ചു. ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. നമുക്ക് ഈശോയുടെ സ്നേഹം കിട്ടുന്ന ഒരു സ്ഥലത്താണ് നമ്മളിരിക്കുന്നത്, ആണോ? അല്ലേ? ഈശോയുടെ സാന്നിധ്യം കിട്ടുന്ന ഒരു സ്ഥലത്താണ്. കർത്താവ് നമ്മുടെ അടുത്ത് നിൽക്കുന്ന ഒരു സ്ഥലത്താണ്. പറഞ്ഞേ ഹല്ലേലൂയാ. നമ്മുടെ ഉള്ളിൽ എന്ത് വേണം? ഒരു ആനന്ദം വേണം. ആര് കൂടെ നിൽക്കുന്നതുകൊണ്ടാണ്? ഈശോ കൂടെ നിൽക്കുന്നു. ഈശോ അടുത്തുള്ള ഒരു സ്ഥലത്താണ് നമ്മളിരിക്കുക. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ. ഉള്ളിലൊരു ആനന്ദത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ. ഒത്തിരി വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ ഉണ്ട്. ഇന്നിപ്പോൾ വചനം കേൾക്കാൻ വന്നപ്പം രോഗങ്ങളും വേദനകളും ഒക്കെ ഉണ്ട്. പക്ഷേ നമ്മുടെ കൂടെ ആരുണ്ട്? ഈശോ നമ്മുടെ അടുത്തിങ്ങനെ നമ്മളിങ്ങനെ തട്ടി തലോടിയൊക്കെ ഈശോ നമ്മുടെ അടുത്തുണ്ട്. രണ്ട് കരങ്ങൾ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. ഈശോ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ? അച്ഛനോട് ചോദിച്ചേ ഈശോ സ്നേഹിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചേ. അയ്യോ, പറയാൻ പറ്റത്തില്ല, അത്രയും വലിയ സ്നേഹമാണ്. പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോ സ്നേഹിക്കുന്നെന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങിയപ്പം ഈശോ തന്നൊരു സന്ദേശം നിങ്ങൾക്ക് വേണ്ടി തരാൻ പോവാണ്. ഈശോ തന്ന ഒരു കുഞ്ഞു കാര്യം, അതായത് വളരെ സിമ്പിളായൊരു കാര്യമാണ്. ഈശോ സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞോളാൻ പറഞ്ഞു. പറഞ്ഞേ ഹല്ലേലൂയാ. എനിക്ക് പറഞ്ഞു തീർക്കാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ, പക്ഷേ ഞാൻ ഇപ്പം പറയുന്നു, ഈശോ സ്നേഹിക്കുന്നുണ്ട്. ഈശോ സ്നേഹിക്കുന്നുണ്ട്. ഇവിടെ ഇരിക്കുന്ന നിങ്ങളെല്ലാവരെയും, എന്നെയും ഈശോ സ്നേഹിക്കുന്നുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയാ. വിശുദ്ധ ഗ്രന്ഥം തുറക്കാം. പഴയ നിയമത്തിൽ നിയമാവർത്തന പുസ്തകം 7-ാമത്തെ അധ്യായം എടുക്കാം. ഡ്യൂട്രോണമി ചാപ്റ്റർ 7, നിയമാവർത്തന പുസ്തകം 7-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 6-ാമത്തെ വാക്യം വായിക്കാൻ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടെ. നിങ്ങളുടെ ദൈവമായ കർത്താവിന് നിങ്ങൾ വിശുദ്ധ ജനമാണ്, ഭൂമുഖത്തുള്ള എല്ലാ ജനതകളിൽ നിന്ന് തൻ്റെ സ്വന്തം ജനമാകേണ്ടതിന് അവിടുന്ന് നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഇപ്പോൾ ആദ്യം പറഞ്ഞ കാര്യം, ഈശോ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്നാണ്. ആ സ്നേഹം ഈശോ പ്രകടമാക്കിയത് എങ്ങനെയാണെന്നറിയോ? അവിടുന്ന് നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയാ. നമ്മളിങ്ങനെ ചിന്തിക്കും, നമ്മളെപ്പോലുള്ള പൊട്ടന്മാരെ, നമ്മളെപ്പോലുള്ള പൊട്ടത്തികളെ ഒക്കെ നമ്മളിങ്ങനെ മണ്ടത്തിലൊക്കെ കാണിച്ച് നടക്കും. നമ്മളെ ഈശോ തിരഞ്ഞെടുത്തോ? സ്നേഹിച്ചോ? ഈശോ സ്നേഹിച്ചു. ഈശോ വചനത്തിലൂടെ ഒരു ഉറപ്പ് തരികയാണ്, ഞാൻ നിങ്ങളെ എൻ്റെ സ്വന്തം ജനമാകേണ്ടതിന് ഈ ജനതകൾക്കിടയിൽ നിന്ന് നിങ്ങളെ ഞാൻ തിരഞ്ഞെടുത്തു. പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. അത് വിശ്വസിക്കുന്നുണ്ടോ? ഈശോ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് മാത്രമല്ല, ഈശോയുടെ സ്വന്തമാകേണ്ടതിന് ഈശോ എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു, എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയാ. അടുത്ത നിങ്ങളോട് പറ, ഈശോ നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞേ. ഈശോ നിന്നെ തിരഞ്ഞെടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞേ. എന്തിനാ? വലിയ പൊസിഷനിൽ എത്തിക്കാനാണോ? അല്ല. ഇന്ത്യൻ പ്രധാനമന്ത്രി ആക്കാനാണോ? അല്ല. ഈശോ തിരഞ്ഞെടുത്ത ഒറ്റ കാര്യത്തിനാണ്. ഈശോയ്ക്ക് നിന്നെ സ്വന്തമാക്കേണ്ടത് കൊണ്ട് അവൻ നിന്നെ സ്നേഹിച്ച് തിരഞ്ഞെടുത്തിരിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയാ. അങ്ങനെയെങ്കിൽ ഈശോ സ്നേഹിക്കുന്നവർ, ഈശോ തിരഞ്ഞെടുത്തവർക്കുള്ള അഡ്രസ്സ് ഇതാണ്. ഞാൻ ആരുടെ സ്വന്തമാണ്? ഈശോയുടെ സ്വന്തമാണ്. ഇച്ചിരി അഹങ്കാരത്തോടെ അത് പറഞ്ഞു. ഞാൻ ആരുടെ സ്വന്തമാണ്? ഈശോയുടെ സ്വന്തമാണ്. പറഞ്ഞേ ഹല്ലേലൂയാ. അച്ഛനോട് ഇച്ചിരി അഹങ്കാരത്തോടെ പറ, എനിക്ക് ഇച്ചിരി അഹങ്കാരം കുറവാണ്. അച്ഛൻ ആരുടെ സ്വന്തമാണ്? ഈശോയുടെ സ്വന്തമാണ്. സ്നേഹിച്ചു, തെരഞ്ഞെടുത്തു. എന്തിനു വേണ്ടി? തൻ്റെ സ്വന്തം ജനമാകുന്നതിന് വേണ്ടി. രണ്ട് കരങ്ങൾ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് രോഗങ്ങളും വേദനകളും ഉണ്ട്, നമുക്ക് ദാരിദ്ര്യമുണ്ട്, കടമുണ്ട്, നാണക്കേടുകളുണ്ട്. നമ്മൾ ഒത്തിരി സ്ട്രഗിളുകളിലൂടെ, സഹനങ്ങളിലൂടെ ഒക്കെ കടന്നു പോകണം. ഇന്നിപ്പോൾ ഈ വചനം കേൾക്കുന്ന ഈ സമയത്ത്, നിങ്ങൾ ഈ വചനം കേൾക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ പോലും ചിലപ്പോൾ ഒത്തിരി വേദനകളോടെ, ഒത്തിരി കുറവുകൾ, ഒത്തിരി ബലഹീനതകൾ, ഒത്തിരി കണ്ണുനീരുകളിലൂടെ കടന്നു പോയിരിക്കും. കഴിഞ്ഞ രാത്രി ചിലപ്പോൾ ഉറങ്ങാൻ പറ്റാത്തവർ, ചിലപ്പോൾ ഒരു ആശ്വാസത്തിന് വേണ്ടി ഈ വചനം കേൾക്കുന്നവരുണ്ടാവും. ശരിയല്ലേ? ടെൻഷൻ അടിച്ച് ചിലപ്പോൾ വീട്ടിലിരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഓടി വന്ന് ഈ ശുശ്രൂഷ കൂടുന്നവരുണ്ടാവും. നിങ്ങളങ്ങനെ വന്നുകൊണ്ട് വീട്ടിലുള്ളവർക്ക് ഒരു സമാധാനമുണ്ട്, അല്ലേ? പക്ഷേ ഒരു കുറച്ച് നേരം ഈശോയുടെ കൂടി ഇരിക്കണം. കാരണം സമാധാനം കെടുത്തുന്ന ഒത്തിരി കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടാകാം. ചിലപ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ജോലി നഷ്ടപ്പെട്ടു പോയൊരു സമയത്തായിരിക്കാം ഈ വചനം കേൾക്കുന്നത്. നിങ്ങൾക്കൊരു വലിയ രോഗത്തിൻ്റെ പിടിയിൽ നിൽക്കുന്നൊരു സമയത്തായിരിക്കും ഇത് കേൾക്കണേ. ഒത്തിരി ബലഹീനതയിൽ, വീട്ടിൽ ഒരു ഭീഷണി നിൽക്കുന്നു, ജോലി സ്ഥലത്ത്, പഠിക്കുന്ന സ്ഥലത്ത്, നിങ്ങളുടെ കുടുംബത്തിൽ വല്ലാത്തൊരു ഇരുട്ടിലൂടെ കടന്നു പോവുകയാണെങ്കിൽ ഇവിടെ നിങ്ങളെ ആശ്വസിപ്പിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, എന്നെ ഈശോ സ്നേഹിക്കുന്നുണ്ട്, തിരഞ്ഞെടുത്തിട്ടുണ്ട്, എന്നെ അവൻ്റെ സ്വന്തമാക്കാൻ വേണ്ടി എന്നെ വിളിച്ചിട്ടുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ അവിടെ നിങ്ങൾ നിങ്ങളുടെ കുറവും രോഗവും വേദനയും ഒന്നും ഓർക്കണ്ട. ഇപ്പം ഈ വചനം കേൾക്കുന്ന സമയത്ത് ഒറ്റ ബോധം, എന്നെ ഈശോ തിരഞ്ഞെടുത്തു, സ്നേഹിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയാ. 7-ാമത്തെ അധ്യായത്തിൽ, നിയമാവർത്തന പുസ്തകം 7-ാമത്തെ അധ്യായത്തിൽ 7-ാമത്തെ വാക്യത്തിൽ ഈശോയുടെ ആ തെരഞ്ഞെടുപ്പിനെ കുറിച്ച്, ആ സ്നേഹത്തെക്കുറിച്ചൊരു വലിയ കാര്യം നമ്മൾ കാണുന്നുണ്ട്. വചനം ഇങ്ങനെയാണ്, കർത്താവ് നിങ്ങളെ സ്നേഹിച്ചതും, ഉറക്കെ വായിക്കാം, കർത്താവ് നിങ്ങളെ സ്നേഹിച്ചതും തെരഞ്ഞെടുത്തതും മറ്റ് ജനതകളെക്കാൾ നിങ്ങൾ എണ്ണത്തിൽ കൂടുതലായിരുന്നത് കൊണ്ടല്ല, നിങ്ങൾ മറ്റെല്ലാ ജനതകളെക്കാൾ ചെറുതായിരുന്നു.
പറഞ്ഞേ ഹല്ലേലൂയ. ഇപ്പം നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്തു, നമ്മൾ സ്വോത്രക്കാഴ്ച ഇത്ര ഇട്ടു, നമ്മൾ ഒറ്റ ദിവസം മുടങ്ങാതെ നൊവേന ചൊല്ലി എല്ലാ ദിവസവും നമ്മൾ വമ്പം വലിയ മുട്ടൻ കാര്യങ്ങൾ ചെയ്തു. നമ്മൾ ഈ പള്ളിയിലെ, നമ്മൾ ഈ നാട്ടിലെ ഏറ്റവും മിടുക്കരായതുകൊണ്ടല്ല കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്ത് സ്നേഹിച്ചതും. പിടികിട്ടുന്നുണ്ടോ? നിങ്ങൾ ചിലപ്പോൾ ഈ കൂട്ടായ്മയിലെ ഏറ്റവും ചെറുതായിരിക്കും. പൊക്കത്തിൻ്റെ കാര്യമല്ല കേട്ടോ പറയുന്നത്. ചിലപ്പോൾ ഏറ്റവും വിഷമിച്ച് നിൽക്കുന്ന ഒരാളുണ്ടായിരിക്കും. അയാൾക്ക് വേണ്ടി ഈശോ പറയാണ്, ഞാൻ നിന്നെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇവിടുത്തെ വലിയ ആൾക്കാരെയല്ല, നിന്നെ ഞാൻ തിരഞ്ഞെടുത്തത് നീ എന്തൊക്കെയോ നേടിയെടുത്തത് കൊണ്ടല്ല. നിനക്ക് ഇച്ചിരി കുറവുണ്ട്, നിനക്ക് കുറച്ച് ബലഹീനതകളുണ്ട്, പാപങ്ങളുണ്ട്, സങ്കടങ്ങളുണ്ട്, വേദനകളുണ്ട്, സഹായിക്കാൻ ആരുമില്ലാത്ത, ഒറ്റ ആൾ പോലും കൂട്ടു നിൽക്കാതെ, പരിഗണിക്കാൻ ഒരാൾ പോലും ഇല്ലാതെ, തിരിഞ്ഞു നോക്കാൻ ആരുമില്ലാത്ത നിന്നെയാണ് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ കൈ ഉയർത്ത്. ഇതിനകത്ത് ആരെയൊക്കെയാണ് തിരഞ്ഞെടുത്തേക്കുന്നതെന്നുള്ളത് കൈ ഉയർത്തിക്ക്. ഈശോയ്ക്ക് വരെ കൺഫ്യൂഷൻ ആയി പോകുമല്ലോ. പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ കൈപൊക്കിയില്ലല്ലേ? ഞാനും കൈപൊക്കിയേക്കാം. പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സൗരങ്ങളെ, നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ ഓർക്ക്, ഇത്രയും സങ്കടമുണ്ട്, ഇത്രയും വേദനയുണ്ട്, ദൈവമേ നീ എന്നെ പരിഗണിക്കുന്നുണ്ടോ, നീ എന്നെ മൈൻഡ് ചെയ്യണമെന്നുണ്ടോ, നീ എന്നെ കാണുന്നുണ്ടോ എന്നൊക്കെ നമ്മളിങ്ങനെ വിചാരിക്കും. പക്ഷെ നിന്നെയാണ് ഈശോ കാണുന്നത്. ഇന്ന് ഈ വചനം കേൾക്കുന്ന ഈ സമയത്ത് ഏറ്റവും ടെൻഷൻ അടിച്ച് നിൽക്കുകയായിരിക്കും, ഏറ്റവും വലിയ രോഗപീഠയിലായിരിക്കും, ശരീരം കീറി മുറിയുന്നൊരു വേദനയിലൂടെ നിങ്ങൾ കടന്നു പോകായിരിക്കും. ഈശോ തിരഞ്ഞെടുത്തിരിക്കുന്നത്, ഈശോ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ഈ ഗ്രൂപ്പിലെ, ഈ കൂട്ടായ്മയിലെ ഏറ്റവും ചെറുതിനെയാണ്, ഏറ്റവും നിസ്സാരമായതിനെ, ഏറ്റവും ബലഹീനമായതിനെ കർത്താവ് തിരഞ്ഞെടുത്തിരിക്കുന്നു. വലതുവരോർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. അത് ഈശോയുടെ ഒരു സ്വഭാവമാണ്. വിശുദ്ധ ഗ്രന്ഥം നമ്മൾ പരിശോധിക്കുമ്പോൾ കർത്താവിൻ്റെ സ്വഭാവമാണ് ഈ ചെറുതിനെ, ലോകം പരിഗണിക്കാത്തതിനെ, ലോകം തള്ളിക്കളഞ്ഞതിനൊക്കെ കർത്താവിന് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം നമ്മൾ വിചാരിക്കില്ല നമ്മൾ വലിയ സ്റ്റാറ്റസിലെത്തണം, നമ്മൾ ഏറ്റവും റിച്ച് ആവണം, നമ്മൾ ഏറ്റവും അടിപൊളി ആയാലേ കർത്താവ് സ്നേഹിക്കുള്ളൂ. അല്ല, ഏറ്റവും താഴെ കിടക്കുന്നതിനെയും കർത്താവിന് പ്രത്യേക ഒരു ഇഷ്ടമാണ്. അച്ഛൻ പറയുന്നതെല്ലാം പിടികിട്ടുന്നുണ്ടോ? ഞങ്ങളങ്ങനെ വലിയ കുറവുള്ളവരൊന്നും അല്ല, അച്ഛൻ ഞങ്ങളെ താഴ്ത്താതെ താറടിക്കാതെ എന്ന് പറയരുത്. എന്തെങ്കിലുമൊക്കെ ഒരു സഹനം, വേദന, ഒരു കുറവിൽ, ഒരു കാറ്റ് പോയ രീതിയിലൊക്കെയാണ് ഇരിക്കണമെങ്കിൽ ഈശോ തിരഞ്ഞെടുത്തത് നിന്നെയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. നല്ല ശക്തിയും ബലവും ഉള്ള കായനേക്കാൾ ഒരു കുഞ്ഞു വാവയായിരുന്ന ആബേലിനെ തിരഞ്ഞെടുത്ത കർത്താവാണ്. നന്നായിട്ട് സംസാരിക്കാൻ അറിയാവുന്ന അഹ്റോനേക്കാൾ സംസാരിക്കാൻ അത്ര പാഠവുമില്ലാതിരുന്ന മോശയെ തിരഞ്ഞെടുത്ത കർത്താവാണ്. നല്ല കായിക ബലവും കായികക്ഷമതയും ഉണ്ടായിരുന്ന ഏസാവിനെ മാറ്റി നിർത്തി ഒരു പാവം കുഞ്ഞായിരുന്ന യാക്കോബിനെ തിരഞ്ഞെടുത്ത കർത്താവാണ്. നല്ല മല്ലന്മാരായ ചേട്ടന്മാരെയൊക്കെ ഒഴിവാക്കി ആട്ടിടയനായിട്ട് നടന്ന ഒരു കുഞ്ഞ് ദാവീദിനെ തിരഞ്ഞെടുത്ത കർത്താവാണ്. ഈ ദേശത്തോ നാട്ടിലോ നിങ്ങളുടെ കുടുംബത്തിലോ ഒത്തിരി മഹിമയേറിയവരെക്കാൾ അധികമായിട്ട് കർത്താവ് തിരഞ്ഞെടുത്തത് ഈശോയുടെ പ്രിയപ്പെട്ട കുഞ്ഞിനെ, നിന്നെയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. അവൻ തിരഞ്ഞെടുത്ത് സ്നേഹിച്ച് സ്വന്തമാക്കിയത് നിന്നെയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. നമ്മൾ അതുകൊണ്ട് ഒറ്റ കാര്യമാണ്, ഈശോയുടെ ആ സ്വഭാവം തിരിച്ചറിഞ്ഞാൽ പിന്നെ ഈശോയ്ക്ക് മുഴുവനായിട്ട് അങ്ങ് വിട്ടുകൊടുത്തേക്കുക. പൗലോസ്ലീഹ കൊരിന്തോസാർക്ക് 1-ാമത്തെ ലേഖനം എഴുതുമ്പോൾ അതിൻ്റെ 1-ാമത്തെ അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, അവൻ ബലഹീനമായതിനെ, അവഗണിക്കപ്പെട്ടതിനെ, പരിഗണിക്കാത്തതിനെ എല്ലാം തെരഞ്ഞെടുത്തു. ലോകത്തിന് മുമ്പിൽ ഭോഷത്വമായതിനെ, ലോകത്തിന് മുമ്പിൽ അവഗണിക്കപ്പെട്ടതിനെ, ലോകത്തിന് മുമ്പിൽ ഒരു വിലയില്ലാത്തതിനെ കർത്താവ് തെരഞ്ഞെടുത്തു. പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സൗരങ്ങളെ, ചിലപ്പോൾ നമുക്ക് തന്നെ തോന്നിക്കാണില്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ നിങ്ങളോട് പറഞ്ഞു കാണും, നിന്നെ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടാവും, നിന്നെ കൊണ്ട് ഒരു ഗുണം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാവും, നിങ്ങളൊരു ശാപമാണെന്ന്, നിങ്ങളൊരു ശല്യമാണെന്ന് പറഞ്ഞിട്ടുണ്ടാവും. ചിലപ്പോൾ ഒടുക്കം അത് കേട്ട് നിങ്ങളുടെ മനസ്സിൽ തന്നെ തോന്നിക്കാണ്, ഈ ജീവിതം വെറുതെയാണ്, ഒരു ഉപകാരമില്ലാത്ത ജീവിതം, ഒരു അനുഗ്രഹമില്ലാത്ത ജീവിതം, ഒരു നന്മയുണ്ടാവാത്ത ജീവിതം, പ്രാർത്ഥിച്ചിട്ട് ഒരു ഉത്തരവും കിട്ടാത്തൊരു ജീവിതം. എൻ്റെ കർത്താവെ, ഒരു സ്വപ്നങ്ങളും നടന്നിട്ടില്ല, പ്രാർത്ഥിച്ചതോ അധ്വാനിച്ചതോ ഒന്നിനും ഒരു റിസൾട്ട് ഉണ്ടായിട്ടില്ല, ദുഃഖങ്ങളും ദുരിതങ്ങളും ഒരു ഘോഷയാത്ര പോലെ മാത്രമുള്ളൊരു ജീവിതം. ഇത് കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് ജീവിതം നിരാശയിലേക്ക് പോയി ഇത് കളഞ്ഞേക്കാന്ന് വരെ ചിന്തിച്ചു പോയ മനുഷ്യരുണ്ടാവും. പക്ഷെ അവഗണിക്കപ്പെട്ടതിനെ, ഭോഷത്വമായതിനെ, ഉപകാരമില്ലാത്തതിനെ, തിരസ്കരിച്ച് കളഞ്ഞതിനെ തെരഞ്ഞെടുത്തൊരു ദൈവത്തെക്കുറിച്ചാണ് നമ്മൾ പരിചയപ്പെട്ടതും നമ്മൾ വിശ്വസിക്കുന്നതും നമ്മൾ പ്രത്യാശ അർപ്പിച്ചതും. അങ്ങനെ ഒരു ദൈവത്തെയാണ്. വലതുരോർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. കൊരിന്തോസാർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം എടുക്കാമോ? 1-ാമത്തെ ലേഖനത്തിൽ 1-ാമത്തെ അധ്യായം, 1 Corinthians chapter 1, അതിൻ്റെ 27 മുതലുള്ള വാക്യങ്ങളാണ്. മുഴുവൻ വായിക്കേണ്ട, അതിനകത്ത് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ മാത്രം വായിച്ചാൽ നമുക്ക് പിടികിട്ടും. കൊരിന്തോസാർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം അതിൻ്റെ 1-ാമത്തെ അധ്യായം 27 മുതലുള്ള വാക്യങ്ങളാണ്. അച്ഛൻ വായിക്കും, നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടെ. 27-ാമത്തെ വാക്യം, എങ്കിലും വിജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ലോകദൃഷ്ടിയിൽ ഭോഷന്മാരായവരെ ദൈവം തെരഞ്ഞെടുത്തു. ആരെ തെരഞ്ഞെടുത്തു? ഭോഷന്മാരായവരെ. ഇവിടെ ആരും ഇല്ലെന്ന് തോന്നല്ലേ? ഭോഷന്മാരെന്ന് വെച്ചാൽ പഠിക്കാൻ പറ്റിയാലാത്തവരെ എന്നല്ല കേട്ടോ. ചിലപ്പോൾ ആൾക്കാർ നിങ്ങൾ പറയുന്നൊന്നും മൈൻഡ് ചെയ്യാണ്ട് വരികയല്ലേ. ഇപ്പം ഞാനിപ്പോൾ പറയുമ്പോൾ മൈൻഡ് ചെയ്യാണ്ടിരിക്കുന്ന പോലെ, ഇവൻ ഏത് മണ്ടൻ, ഇവൻ എന്നെ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ ചിന്തിക്കും. പക്ഷേ നിങ്ങളങ്ങനെ മൈൻഡ് ചെയ്യാത്തപ്പോൾ
എന്നെ ആര് തിരഞ്ഞെടുക്കുന്നു? ഈശോ തിരഞ്ഞെടുക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. എന്ന് വെച്ചാൽ നിങ്ങൾ എന്നെ ബോഷാന്ന് വിളിക്കണ്ട കേട്ടോ. ബോഷാന്ന് വിളിക്കുന്നവൻ തീക്കകത്ത് പോകും. പറഞ്ഞേ ഹല്ലേലൂയ. ബോഷത്വമായതിനെ ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞ അഭിപ്രായത്തെ പുച്ഛിച്ച് ആൾക്കാർ മാറ്റി. നിനക്കത് പറയാനുള്ള വിവരമില്ല, നിനക്ക് എന്നാ വിദ്യാഭ്യാസമുണ്ട്, മണ്ടൻ, നീ ലോകം കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ച് നമ്മളെ കളിയാക്കുന്നുണ്ട്. ചിലപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ അതൊക്കെ പറയും. അഭിപ്രായം നിങ്ങൾ പറയേണ്ട, അഭിപ്രായം എനിക്കുണ്ട് എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ ഒരു അഭിപ്രായത്തെ പോലും മാനിക്കാത്ത ആളുകളുണ്ടാവും. പക്ഷെ ഉറപ്പിച്ചോ, അങ്ങനെ നിങ്ങളെ ബോഷത്തി എന്ന് കരുതിയ ആ സമയത്ത് ഒരു തെരഞ്ഞെടുപ്പ് നടന്നു. ആരുടെ? ഈശോടെ. പറഞ്ഞേ ഹല്ലേലൂയ. ലോകത്തിലെ വിജ്ഞാനികളെ അല്ല, ലോകം ബോഷന്മാരെന്ന് കരുതിയവരെ കർത്താവ് തെരഞ്ഞെടുത്ത് സ്നേഹിച്ച് സ്വന്തമാക്കി. അടുത്ത വചനം ശ്രദ്ധിച്ചു കേട്ടെ, 27 വാക്യത്തിന്റെ തുടർച്ച. ശക്തമായവയെ ലജ്ജിപ്പിക്കാൻ ലോകദൃഷ്ടിയിൽ അശക്തമായവയെ കർത്താവ് തെരഞ്ഞെടുത്തു. ഇപ്പം നമുക്കിപ്പോൾ നമ്മുടെ രോഗം മാറാൻ വേണ്ടി, നമ്മുടെ ഒരു അസുഖമൊക്കെ മാറാൻ വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മളപ്പോൾ നോക്കും, അവർക്ക് നല്ലൊരു ആരോഗ്യമുണ്ട്, അവരുടെ അസ്ഥികൾക്ക് കുഴപ്പമില്ല, അവർക്ക് തലവേദനയില്ല, അവർക്ക് രോഗങ്ങളില്ല. കർത്താവേ, എനിക്കൊന്ന് മുട്ടുകുത്തി നിൽക്കാൻ പോലും പറ്റുന്നില്ല, എനിക്ക് കൈയൊന്ന് വിരിച്ച് പിടിച്ച് പ്രാർത്ഥിക്കാൻ പോലും പറ്റുന്നില്ല, എനിക്ക് ശക്തി ചോർന്നു പോയി നിൽക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു രോഗം കാരണം, ഒരു മാനസിക സംഘർഷം കാരണം നിങ്ങൾ അശക്തരായിട്ട് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം, എന്നെ കൈവിട്ടിട്ടില്ലാത്തൊരു കർത്താവ് എന്നെ ഈ ശക്തി ചോർന്ന് നിൽക്കുന്ന സമയത്ത് കർത്താവ് എന്നെ തിരഞ്ഞെടുത്തു. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ബോഷത്വം വരുമ്പോൾ, ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് ബോഷത്വമൊന്നും കാണിക്കണ്ട കേട്ടോ. പക്ഷേ എവിടെയെങ്കിലും വെച്ച് നിങ്ങൾ തിരസ്കരിക്കപ്പെടുമ്പോൾ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ മാനിക്കാതെ വരുമ്പോൾ, നിങ്ങൾ ചങ്ക് പൊട്ടി പ്രാർത്ഥിച്ചിട്ട് ചില അഭിപ്രായങ്ങൾ പറഞ്ഞിട്ട് അത് പരിഗണിക്കാതെ വരുമ്പോൾ, ലോകത്തിൻ്റെ മുമ്പിൽ നിങ്ങളൊരു വിഡ്ഢിയായിട്ട് ചിത്രീകരിക്കപ്പെടുമ്പോൾ, ഈ വിഡ്ഢിയെ കർത്താവ് തിരഞ്ഞെടുത്ത് സ്വന്തമാക്കിയിട്ടുണ്ടെന്ന് ഉറപ്പിച്ചോളുക. പറഞ്ഞേ ഹല്ലേലൂയ. നിന്നെക്കൊണ്ട് കഴിവില്ലെന്നും നിനക്ക് ശക്തിയില്ലെന്നും നിന്നെക്കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ലെന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ അശക്തരാക്കിയ ചില മനുഷ്യരുടെ മുമ്പിൽ നിങ്ങൾ തല കുമ്പിട്ട് നിൽക്കാതെ, നാണം കെട്ട് നിൽക്കാതെ, നിന്നെ അശക്തരാക്കിയവരുടെ മുമ്പിൽ നിന്നെ തെരഞ്ഞെടുത്ത കർത്താവിനെ നോക്കി തലയുയർത്തി പിടിച്ച് നിൽക്കണം. പറഞ്ഞേ ഹല്ലേലൂയ. വീട്ടിലെ ചില സാഹചര്യങ്ങളൊക്കെ ചിലപ്പോൾ മനസ്സിലേക്ക് ഓടി വരും. നിങ്ങൾ ജോലി ചെയ്തെടുത്ത്, നിങ്ങൾ മിനിസ്ട്രി ചെയ്തെടുത്ത്, നിങ്ങളുടെ അയൽപ്പക്കങ്ങളിൽ നിങ്ങൾ എവിടെയൊക്കെ നാണം കെട്ടോ ആ സാഹചര്യങ്ങളെല്ലാം ഇന്നിപ്പോൾ ഇതാണ് ഈശോയ്ക്ക് ഒരു സൗഖ്യമായിട്ട് നിങ്ങൾക്ക് തരേണ്ടത്. നിന്നെ കർത്താവ് തിരഞ്ഞെടുത്തിട്ടുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. 28 വാക്യം. നിലവിലുള്ളവയെ നശിപ്പിക്കാൻ വേണ്ടി ലോകദൃഷ്ട്യാ നിസ്സാരങ്ങളായവയും അവഗണിക്കപ്പെട്ടവയും ഇല്ലായ്മയെ തന്നെയും ദൈവം തിരഞ്ഞെടുത്തു. അവഗണിക്കപ്പെട്ടതിനെ, നിസ്സാരമായതിനെ, തള്ളിക്കളഞ്ഞതിനെല്ലാം കർത്താവ് തിരഞ്ഞെടുത്തു. അവഗണിക്കപ്പെട്ടിട്ടുണ്ടോ നിങ്ങൾ? ചിലപ്പോൾ ആളുകൾ ഇങ്ങനെ നമ്മളെ മാറ്റി കളയും, ഉപേക്ഷിച്ച് കളയും. ചിലപ്പോൾ നിങ്ങളുടെ മാതാപിതാക്കൾ, ചിലപ്പോൾ നിങ്ങളുടെ മക്കൾ നിങ്ങളെ ഉപേക്ഷിക്കും. ചിലപ്പോൾ ജീവിത പങ്കാളി, നിങ്ങളെന്നൊരു വ്യക്തി ആ വീട്ടിലുണ്ടോ എന്ന് പോലും പരിഗണിക്കാത്ത രീതിയിൽ ചിലപ്പോൾ നിങ്ങൾ അവഗണിക്കും, മൈൻഡ് പോലും ചെയ്യില്ല. എത്ര നാളായി നിങ്ങളുടെ മുഖത്ത് നോക്കി അയാൾ സംസാരിച്ചിട്ടുണ്ട്, ആ വ്യക്തി സംസാരിച്ചിട്ടുണ്ടെന്ന് പോലും ചിന്തിച്ചാൽ നമുക്ക് പിടികിട്ടില്ല. അത്രമാത്രം അവഗണന, തിരസ്കാരം എല്ലാം ഉണ്ടായിട്ടുണ്ടാവും. നിങ്ങൾ ചങ്ക് പൊട്ടിക്കരഞ്ഞ ആ വീട്ടിലേക്ക് ഇന്ന് കയറി ചെല്ലേണ്ടത്, കണ്ണ് നിറഞ്ഞൊഴുകിച്ചെന്ന ആ വീട്ടിലേക്ക് തിരിച്ചു മടങ്ങേണ്ടത് എന്നെ പരിഗണിക്കുന്ന ഒരു കർത്താവിനെ പിടിച്ചെടുത്തോണ്ടാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. നാളെ തിരസ്കാരം വന്നേക്കാം, നാളെ അവഗണിച്ചേക്കാം. ഇന്ന് ചിലപ്പോൾ ഈ ചേർന്ന് നിൽക്കുന്നവർ ചിലപ്പോൾ നാളെ മാറി നിന്നേക്കാം, പുച്ഛിച്ച് മാറ്റി നിർത്തിയേക്കാം, നിന്നെക്കൊണ്ട് കൊള്ളത്തില്ലെന്ന് പറഞ്ഞേക്കാം, ചിലപ്പോൾ പോയി ചാവാൻ പറയും. അങ്ങനെ നിങ്ങൾ കേട്ടിട്ടില്ല, ചിലപ്പോൾ അത് കേൾക്കേണ്ടി വന്നേക്കാം. ഞാൻ ഈ അടുത്തിടയ്ക്ക് പരിചയപ്പെട്ട ഒരു പെങ്കൊച്ച് വലിയൊരു സങ്കടമായിട്ട് ഇങ്ങനെ വന്ന്, കുഞ്ഞിന് വലിയ അസുഖങ്ങളൊക്കെ ഉണ്ട്, ഒത്തിരി നാളായിട്ട് മരുന്നൊക്കെ കഴിക്കുന്നു, സൗഖ്യപ്പെടുന്നില്ല. അപ്പച്ചൻ വീട്ടിലിത്തിരി ദാരിദ്ര്യമൊക്കെ ഉണ്ട്, ആ ദാരിദ്ര്യത്തിൻ്റെ കൂടെ ഇയാൾ ഇച്ചിരി മദ്യപാനിയും കൂടെയാണ്. അപ്പോൾ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ, ഉള്ളത് മുഴുവൻ ഇയാൾ കുടിച്ചു തീർക്കുകയാണ്. ഈ കുഞ്ഞിനെ ഒരു രോഗത്തിന് സൗഖ്യപ്പെടുത്തേണ്ട മരുന്നുകൾ ആശുപത്രിയിൽ പോലും കൊണ്ടുപോകാതെ ഇയാളെ ഈ പെങ്കൊച്ചിനെ ഇങ്ങനെ സഹായിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഒരു ഉപകാരവും ഇല്ലാത്ത രീതിയിൽ ഈ അപ്പൻ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം കള്ളു കുടിച്ചിട്ടല്ല, അവൾ പറഞ്ഞു, അച്ഛാ കള്ളു കുടിച്ചിട്ടാണ് പറഞ്ഞെങ്കിൽ ഞാൻ പിന്നെ സഹിച്ചേനെ, ബോധം ഇല്ലാത്തതുകൊണ്ടാണല്ലോ. പക്ഷെ നല്ല സുബോധത്തോടെ ഒരു ദിവസം ഈ അപ്പൻ ഇവളെ നോക്കിയിട്ട് പറഞ്ഞു, നിനക്ക് പോയി ചാവത്തില്ലേന്ന്. സങ്കടം കൊണ്ട് പറഞ്ഞാണോ എന്നറിയില്ല, പക്ഷേ അത്രയും കാലം അവളുടെ ശരീരത്തെ ബാധിച്ച രോഗത്തെക്കാൾ കൂടുതൽ അവളുടെ മനസ്സ് തകർന്ന് തരിപ്പണായിപ്പോയി. ഒരു പ്ലേറ്റ് എടുത്ത് നിലത്തേക്ക് വലിച്ചെറിയുന്നത് പോലെ ചങ്ക് പിളർന്നു പോകണം. അതൊരിക്കലും കൂട്ടിയോജിപ്പിക്കാൻ പറ്റില്ല. കാരണം അത്ര വേദനയേറിയതാണ് വാക്കുകൾ കൊടുക്കുന്ന വേദന. കേട്ടിട്ടുള്ളവർക്കും അനുഭവിച്ചിട്ടുള്ളവർക്കും നന്നായിട്ട് മനസ്സിലാവും തോന്നുന്നു. പറഞ്ഞേ ഹല്ലേലൂയ.
അവഗണിക്കപ്പെടാം, തിരസ്കരിക്കപ്പെടാം, നീ ഒരു ശല്യമാണെന്ന്, ശാപമാണെന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ നാളെ ആളുകൾ മാറ്റി നിർത്തി ഈ ശരീരത്തെക്കാൾ കൂടുതൽ നിങ്ങളുടെ മനസ്സിനെ അസുഖങ്ങളിലേക്ക് കൊണ്ടെത്തിച്ചേക്കാം. സൗഖ്യപ്പെടാൻ വേണ്ടി ഒറ്റ മരുന്ന്, എന്നെ സ്നേഹിക്കുന്ന ഈ അവഗണിക്കപ്പെട്ട, ശപിക്കപ്പെട്ട, മാറ്റി നിർത്തപ്പെട്ട, ബലഹീനമായ, അശക്തമായ ഈ ഭോഷത്വം എന്ന് വിളിക്കപ്പെട്ട എന്നെ തെരഞ്ഞെടുത്ത് അനുഗ്രഹിക്കുന്ന എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ട്. രണ്ട് കരങ്ങൾ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സൗരങ്ങളെ അങ്ങനെ തെരഞ്ഞെടുത്ത് മാത്രമല്ല കർത്താവ് ശക്തിപ്പെടുത്തും. പൗലോസ് ലേഖകൻ ഇങ്ങനെ പറയുന്നില്ലേ, 2 കൊരിന്തോസ് 12:9-10, എനിക്ക് ബലഹീനതയുണ്ട്, പക്ഷേ എൻ്റെ ബലഹീനതയിലാണ് ഞാൻ ഏറ്റവും ശക്തനായിരിക്കുന്നത്. എൻ്റെ ബലഹീനതയിലാണ് ഞാൻ ഏറ്റവും ശക്തനായിരിക്കുന്നത്. കുറവുകളുണ്ട് ലോകത്തിൻ്റെ കണ്ണിൽ, മറ്റുള്ളവരുടെ മുമ്പിൽ താരതമ്യം ചെയ്യുമ്പോൾ മറ്റുള്ളവരൊക്കെ പറയുന്നതനുസരിച്ച് എനിക്ക് ഒത്തിരി കുറവുകളുണ്ട്. രോഗങ്ങളും വേദനകളും പരാജയങ്ങളും, കാലെടുത്ത് വെക്കുന്നതെല്ലാം പൊട്ടത്തരങ്ങളായി പോകുന്നുണ്ട്, എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം മണ്ടത്തരങ്ങളായി പോകുന്നുണ്ട്. ഒന്നിന് പുറകെ ഒന്നായിട്ട് സങ്കടങ്ങൾ, വേദനകൾ ഇങ്ങനെ കുത്തൊഴുകി വരുന്നുണ്ട്. ബലഹീനതയിൽ നിൽക്കുകയാണ്. പക്ഷേ പൗലോസ് ലേഖകൻ പറയാണ് നമുക്ക് വേണ്ടി, ഞാൻ ഏറ്റവും ബലഹീനനായി നിൽക്കുമ്പോൾ ഞാൻ ഏറ്റവും ശക്തനാണ്. പറഞ്ഞേ ഹല്ലേലൂയാ. ബലഹീനതയിൽ എനിക്കൊരാളുടെ ശക്തി പ്രകടമായിട്ട് മനസ്സിലാകുന്നുണ്ട്. എന്നെ ശക്തിപ്പെടുത്തുന്ന എൻ്റെ ഈശോയുടെ ശക്തി എൻ്റെ ബലഹീനതയിൽ എനിക്ക് മനസ്സിലാകുന്നു. 2 കരങ്ങൾ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് പൗലോസ് ലേഖകൻ പറയും, എൻ്റെ ബലഹീനതകളെ ഓർത്ത് ഞാൻ ആനന്ദിക്കും, ഞാൻ അഭിമാനിക്കും. കാരണം ഈ ബലഹീനതയിൽ എനിക്ക് മനസ്സിലാകുന്നുണ്ട് എൻ്റെ അപ്പായെ, എൻ്റെ ഈശോയെ, എൻ്റെ കർത്താവിനെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. നിങ്ങൾ ഒഴിവാക്കിക്കോ, നിങ്ങൾ മാറ്റി നിർത്തിക്കോ, നിങ്ങൾ അവഗണിച്ചോ, നിങ്ങളെ മണ്ടനെന്ന് മണ്ടിയെന്ന് മുദ്ര കുത്തിക്കോ, പക്ഷേ എൻ്റെ ഈ ബലഹീനതയിൽ നിങ്ങൾ എന്നെ ബലം ക്ഷയിപ്പിച്ച് കളയുമ്പോൾ, നിങ്ങൾ എൻ്റെ ശക്തി എടുത്ത് കളയുമ്പോൾ, നിങ്ങൾ എന്നെ കൊണ്ട് കൊള്ളത്തില്ല എന്ന് പറയുന്ന സമയത്ത്, എന്നെ കൊള്ളാമെന്നും നീ മിടുക്കനാന്നും മിടുക്കിയാന്നും നിന്നെ എനിക്ക് വേണമെന്നും പറഞ്ഞ് എന്നെ ശക്തിപ്പെടുത്തുന്ന, എൻ്റെ ബലഹീനതയിൽ എന്നെ ശക്തിയാക്കുന്ന എൻ്റെ കർത്താവ് എൻ്റെ കൂടെ തന്നെയുണ്ട്. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. അടുത്തിരിക്കുന്ന പുറത്തൊന്ന് തട്ടിയിട്ട് പറ, കർത്താവ് നിന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞേ. തട്ടുകൊടുക്ക്, കർത്താവ് കൂടെയുണ്ട്. അടുത്തിരിക്കുന്നവരൊക്കെ ബലഹീനരൊക്കെ ആയിരിക്കും, ഒത്തിരി നിങ്ങൾ തട്ടുമ്പോൾ ചിലപ്പോൾ താഴെ പോകുന്നവരൊക്കെ ആയിരിക്കും. അങ്ങനെയൊന്നും വീണിട്ടില്ല, ആരും വീണിട്ടില്ല. പക്ഷെ കാരണം അവരുടെ മനസ്സിൽ അതിനെക്കാട്ടും വലിയ തട്ടുകൾ കിട്ടിയിട്ടുണ്ട്. തട്ടെന്ന് പറയുമ്പോൾ മനസ്സിലാകുന്നുണ്ടോ? നമുക്ക് ചിലപ്പോൾ ജീവിതത്തിൽ താങ്ങലും കിട്ടും, പിന്താങ്ങലും കിട്ടും. പിന്താങ്ങൽ വളരെ കുറവായിരിക്കും, താങ്ങൽ ഇഷ്ടം പോലെ കിട്ടും. നല്ല താങ്ങ് കിട്ടും. പിന്താങ്ങാൻ ആരും ഉണ്ടാവാത്ത അവസ്ഥ വരും. നമ്മുടെ മനസ്സിനെ ചിലപ്പോൾ ഇങ്ങനെ ടുംന്ന് പൊട്ടിച്ച് തകർത്ത് കളയുന്ന സംഭവങ്ങൾ, വ്യക്തികൾ, വാക്കുകൾ, ആരെ നോക്കണ്ട, ഒരാളുടെ വാക്കുകൾക്കും ചെവി കൊടുക്കാതെ സൗഖ്യപ്പെടുത്തുന്ന, സ്നേഹിക്കുന്ന, സ്വന്തമാക്കുന്ന കർത്താവിൻ്റെ സാന്നിധ്യം മാത്രം ആഗ്രഹിക്കുക. ആ കർത്താവിൻ്റെ കയ്യിലോട്ട് ബലഹീനതകളൊക്കെ അങ്ങ് കൊടുക്കുക. നമ്മൾ ഇത്രയും ഉള്ളെന്നൊന്നും പറഞ്ഞുകൊണ്ടിരിക്കരുത്. വിളിച്ചവൻ, സ്നേഹിക്കുന്നവൻ ബെടാ അത്ര വലുതാണ്. ഞാൻ ഇത്രയേ ഉള്ളൂ, പക്ഷേ എന്നെ വിളിച്ച കർത്താവ് വലിയവനാണ്. പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. എന്നാണ് പരിശുദ്ധ അമ്മയൊക്കെ, പരിശുദ്ധ അമ്മ ഇതൊക്കെ ഇങ്ങനെ ഒരു കുഞ്ഞു, ഒരു സാധാരണ ഒരു പെങ്കൊച്ചല്ലേ, അത്രേ ഉള്ളൂ. പക്ഷെ കർത്താവ് വലിയൊരു കാര്യത്തിന് വേണ്ടി തെരഞ്ഞെടുത്താണ്. തെരഞ്ഞെടുത്തവൻ വലുതാണ്. നമ്മൾ ഇത്രയേ ഉള്ളൂ, പക്ഷെ തെരഞ്ഞെടുത്തവൻ, വിളിച്ചവൻ, നമ്മളെ വിളിച്ച് സ്നേഹിച്ചവൻ വലുതാണ്. പരിശുദ്ധ അമ്മ ചെയ്ത എന്താണ്? ഞാൻ ഇത്രയേ ഉള്ളൂ, പക്ഷെ ഞാൻ നിന്റെ കയ്യിലോട്ട് തരികയാണ്. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. കർത്താവിന് കുറവുകളെ കുറിച്ചൊന്നും പറഞ്ഞില്ല പരിശുദ്ധമ്മ. ഞാൻ ഈ വീട്ടിലെ ആണേ, എനിക്ക് ഇത്രയൊക്കെ ഉള്ളേ, ആരും ഇല്ലേ, ഞാൻ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല, ഞാൻ ഇത്രയൊക്കെ ഉള്ളൂ എന്ന് പറഞ്ഞ ഒരു ലിസ്റ്റ് ഓഫ് പരാതിയൊന്നും അല്ല കൊടുത്തത്. കർത്താവേ, എൻ്റെ ഉള്ളിൽ ഇച്ചിരി സംശയങ്ങളൊക്കെ ഉണ്ട്, അസ്വസ്ഥതകളൊക്കെ ഉണ്ട്, പക്ഷേ ഇതാ കർത്താവിൻ്റെ ദാസി. കാരണം എൻ്റെ ചെറുപ്പത്തിലേക്കല്ല, കർത്താവിൻ്റെ വലിപ്പം. നമ്മുടെ ചെറുപ്പത്തിലേക്ക്, നമ്മുടെ കുഞ്ഞായ്മയിലേക്ക് നോക്കാതെ കർത്താവിൻ്റെ വലിപ്പത്തിലേക്ക് നോക്കുക. പറഞ്ഞേ ഹല്ലേലൂയാ. എന്നിട്ട് ഫുള്ളായിട്ട് അങ്ങ് വിട്ടുകൊടുത്തേക്കുക, ഈശോക്ക് കൊടുത്തേക്കുക. നിങ്ങളുടെ രോഗങ്ങളും ബലഹീനതകളും കുറവുകളും ഒക്കെ ഇതൊക്കെ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇത്രയേ ഉള്ളൂ. ബലൂൺ ഒരു കുത്തു കൊടുത്താൽ തുമ്പൊന്ന് പൊട്ടിപ്പോണ അത്രയും ജീവിതമൊക്കെ ഉള്ളൂ. പക്ഷെ വിളിച്ചവൻ വലിയവനാണ്. പറഞ്ഞേ ഹല്ലേലൂയാ. പരിശുദ്ധ അമ്മ ഇങ്ങനെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് അതെല്ലാം കൊടുത്തപ്പോൾ പിന്നെ സംഭവിച്ചത് അത്ഭുതമാണ്. സ്തോത്രഗീതത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റാണ്. പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതത്തിലെ ഏറ്റവും എനിക്ക് സന്തോഷമുള്ള ഒരു കാര്യമാണ്, ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തന്നിരിക്കുന്നു. ഒന്ന് ഏറ്റു പറഞ്ഞേ, ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തന്നിരിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയാ. നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുണ്ടോ? ഇനിയും ചെയ്തു തരുമോ? ഈ കുറവുണ്ട്, വേദനയുണ്ട്, മണ്ടത്തരങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ വിളിച്ചവൻ ശക്തനാണ്. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തരും. ഞാൻ ചെറുതാണ്, ഞാൻ ഇത്രയേ ഉള്ളൂ, ഇച്ചിരിയേ ഉള്ളൂ, പക്ഷെ എൻ്റെ വിളിച്ചവൻ ശക്തനായതുകൊണ്ട് ആ ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തന്നിരിക്കുന്നു, ഇനിയും ചെയ്തു തരും. പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് കടന്നു പോകുന്ന സങ്കടം, രോഗം, വേദന, കടം, ദുരിതങ്ങൾ
ഒരു ലിസ്റ്റായിട്ട് നിങ്ങൾ ഈശോയുടെ മുമ്പിൽ ഇന്ന് ഈ വചനം കേൾക്കാൻ നിൽക്കുമ്പോൾ, ഇല്ലെങ്കിൽ ചങ്ക് പൊട്ടുന്ന ഒരു വേദന, പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു വലിയ ദുരന്തത്തെ നിങ്ങൾ ഇന്ന് അഭിമുഖീകരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് കർത്താവിൻ്റെ വചനം കേൾക്കാൻ നിങ്ങൾ ചെവി തുറന്ന് ഹൃദയം തുറന്ന് നിൽക്കുന്നെങ്കിൽ, ആ ഹൃദയത്തെ ശക്തിപ്പെടുത്താൻ ശക്തനായവൻ നിനക്ക് വേണ്ടി ഒരു വലിയ കാര്യം ചെയ്തു തരും. പറഞ്ഞേ ഹല്ലേലൂയ. ഒറ്റ കാര്യത്തിൽ അവൻ നിന്നെ തെരഞ്ഞെടുത്തു, നിന്നെ സ്നേഹിച്ചു, അവൻ നിന്നെ ശക്തിപ്പെടുത്തും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തരും. അടുത്തിരിക്കുന്ന കയ്യിലൊന്ന് പിടിച്ച്. അവർ ഉറങ്ങുന്നൊന്നുമില്ല അല്ലേ? ഇവിടെ ഇരുന്നൊന്നും ഉറങ്ങിയേക്കില്ല കേട്ടോ. ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ പറഞ്ഞേ, ശക്തനായവൻ നിനക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തരും. പറഞ്ഞേ ഹല്ലേലൂയ. ഈ പറഞ്ഞ ഇന്ന് ചെയ്തു തരും എന്ന് പറഞ്ഞേ, ഇന്ന് ചെയ്തു തരും എന്ന് പറഞ്ഞേ. ഇപ്പം അല്ലേ? ഇപ്പോൾ കർത്താവിന് കുറേ നാളായിട്ട് കർത്താവേ എന്നെ ഇങ്ങനെ വലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇന്ന് വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചാൽ ചില കാര്യങ്ങളൊക്കെ തരും കേട്ടോ. നിഷ്കളങ്കമായിട്ട് പ്രാർത്ഥിക്കണം. നന്നായിട്ടൊന്ന് കുമ്പസാരിച്ച് ഒരുങ്ങി പരിശുദ്ധ ബലി അർപ്പിച്ച് നിങ്ങൾ നിഷ്കളങ്കമായിട്ടൊന്ന് പ്രാർത്ഥിച്ച് ഇപ്പോൾ കർത്താവിന് ഇടപെടാൻ പറ്റും. ആമേൻ. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. ഇത്രയും കാര്യം അച്ഛൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഈശോ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് വലിയവനായ ദൈവത്തിങ്കിലേക്ക് ചെറുതായതും വലുതായതുമായ നിന്റെ എല്ലാ പ്രശ്നങ്ങളും, രോഗങ്ങളും, ബലഹീനതകളും, ഭാരങ്ങളും, കുറവുകളും, പാപങ്ങളും എല്ലാം വിട്ടുകൊടുക്കുക. ഈ ജീവിതം ഇത്രയേ ഉള്ളൂ എന്ന് വിചാരിച്ച് നിരാശപ്പെട്ടിരിക്കാതെ ഈ ജീവിതത്തെ അനുഗ്രഹമാക്കുന്ന വലിയവനെ, ശക്തനായവനെ മാത്രം നോക്കി ജീവിക്കുക. പറഞ്ഞേ ഹല്ലേലൂയ. ഈശോ നമ്മളോട് പറയുന്നൊരു കാര്യമാണ്, ഹെബ്രായർക്കുള്ള ലേഖനത്തിൽ വചനം നമ്മളോട് ആവശ്യപ്പെടുന്നൊരു കാര്യമാണ്, നമുക്കിതെല്ലാം കർത്താവിൻ്റെ മുമ്പിൽ ഇറക്കി വയ്ക്കാം. നമ്മുടെ ബലഹീനത, നമ്മുടെ കുറവുകൾ, നമ്മുടെ സങ്കടങ്ങളെല്ലാം ഇറക്കി വയ്ക്കാം. ഹെബ്രായർക്കുള്ള ലേഖനം 12-ാമത്തെ അധ്യായത്തെ, ഹീബ്രൂസ് ചാപ്റ്റർ 12, ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാമത്തെ അധ്യായം. നമുക്കിന്ന് ഈ വചനം കേൾക്കുന്ന ഈ ഒരു സമയത്ത് ഈശോ നമ്മളോട് പേഴ്സണലായിട്ട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമായിട്ട് ഇത് ഏറ്റെടുക്കുക. നമ്മളെല്ലാം ഈശോയ്ക്ക് വിട്ടുകൊടുക്കാൻ വേണ്ടി വചനം നമ്മളോട് പറയുകയാണ്. ഹെബ്രായർക്കുള്ള ലേഖനം 12-ാമത്തെ അധ്യായം, അതിൻ്റെ 1-ാമത്തെ വാക്യം. നമുക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു വചനമാണത്. ഉറക്കെ വായിക്കാം. 12-ന്റെ 1 ഉറക്കെ വായിച്ചേ. നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയ സമൂഹമുള്ളതിനാൽ നമ്മെ വിഷമിപ്പിക്കുന്ന ഭാരവും പാപവും നമുക്ക് നീക്കിക്കളയാം. നമുക്കായി നിശ്ചയിച്ചിരിക്കുന്ന ഈ ഓട്ടപ്പന്തയം സ്ഥിരോത്സാഹത്തോടെ നമുക്ക് ഓടിത്തീർക്കാം. പറഞ്ഞേ ഹല്ലേലൂയ. നേരത്തെ വായിച്ചുള്ളതാണല്ലോ അല്ലേ? വായിച്ചുള്ള വചനമാണ്. നമുക്ക് ചുറ്റും വിശ്വാസികളുടെ ഒരു വിശുദ്ധരുടെയൊക്കെ വലിയ സമൂഹം ഉള്ളതുകൊണ്ട് നമുക്കെല്ലാം ഈശോയ്ക്ക് വിട്ടുകൊടുക്കാം. കാരണം ഒറ്റ കാര്യം, നമുക്കായി നിശ്ചയിച്ചിരിക്കുന്ന ഈ ഓട്ടപ്പന്തയം നമ്മൾ ഓടി തീർക്കണം. പറഞ്ഞേ ഹല്ലേലൂയ. അതേതാ ഓട്ടപ്പന്തയം? അതേതാ ഓട്ടപ്പന്തയം? നമുക്ക് വേണ്ടി നിശ്ചയിച്ചിരിക്കുന്ന ഒരു ഓട്ടപ്പന്തയം ഉണ്ട്. അത് നമ്മൾ ഓടിയാലേ പറ്റുള്ളൂ, പകരം ഓടാൻ പറ്റത്തില്ല ആർക്കും. ഈ ഓട്ടമത്സരം 2 ടൈപ്പൊക്കെ കണ്ടിട്ടില്ലേ? പല ഓട്ട മത്സരങ്ങളുണ്ട്. അതിനകത്ത് ഒരു ഓട്ടമത്സരം, ഈ റിലേ ഓട്ടമത്സരം കണ്ടിട്ടുണ്ടോ? കയ്യിലൊരു ബാറ്റൺ പിടിച്ച് ഒരാൾ ഓടും, മറ്റേയാളുടെ കൈ കൊടുക്കും, അയാൾ ഓടും, അങ്ങനെ 4 പേര് അവസാനം തീർക്കും. അങ്ങനത്തെ ഓട്ടമല്ല ഇത് നമ്മൾ ഓടിയാലേ പറ്റുള്ളൂ. അതേത് ഓട്ടമാണ്? അച്ഛൻ ഈ പ്രസംഗിന്ന് കേട്ടിട്ട് എനിക്ക് ഓടാൻ തോന്നുന്നു. അങ്ങനെ കുറെ പേരുടെ മോന്തയൊക്കെ എങ്ങനെ ഇരിപ്പുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. നമുക്കായി നിശ്ചയിച്ചിരിക്കുന്ന ഒരു ഓട്ടപ്പന്തയമുണ്ട്. എന്താണത്? പറഞ്ഞേ, ഈ ജീവിതം അല്ലേ? ഈ ജീവിതം തന്നെ, ഈ ഭൂമിയിൽ നിങ്ങളുടെ കാൽസ്പർശം തൊട്ട സമയം മുതൽ, ഈ ഭൂമിയിൽ നിങ്ങളുടെ കുഞ്ഞു കരച്ചിൽ അലയടിച്ചുയർന്ന സമയം മുതൽ നിങ്ങൾ എത്ര കാലം വരെ ജീവിച്ചിരിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു, അതുവരെയുള്ള ഈ ജീവിതത്തെ ഒറ്റ വാക്ക് വിളിക്കാം, അതൊരു ഓട്ടപ്പന്തയമാണ്. സമ്മാനം എന്താണ്? പൗലോസിലെ പറയുന്നുണ്ട്, ഞാൻ ഓട്ടം നന്നായിട്ട് ഓടി, അതുകൊണ്ട് ജീവന്റെ കിരീടം, നിത്യജീവന്റെ കിരീടം എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു. ബാറ്റൺ അല്ല, ട്രോഫി അല്ല, മെഡൽ അല്ല, ഏറ്റവും വലിയ സമ്മാനം കർത്താവ് ഒരുക്കിയിരിക്കുകയാണ്. ഈ ഓട്ടപ്പന്തയം നന്നായിട്ട് ഓടുന്നവർക്ക് എന്താണ് സമ്മാനം? നിത്യജീവൻ നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. ആ ഓട്ടപ്പന്തയം അത്ര എളുപ്പമല്ല. ഓട്ടപ്പന്തയം അത്ര എളുപ്പമല്ല. എളുപ്പമാണോ? നമ്മൾ നടക്കുന്നത് പോലും നമുക്ക് എളുപ്പമല്ല. 2 സ്റ്റെപ്പ് നടക്കുമ്പോഴത്തേനും 20 കിതപ്പാണ് നമുക്ക്. പണ്ട് 100 പുഷപ്പ് എടുത്തുണ്ട്, ഇപ്പം 100 എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ചങ്ക് പിടയ്ക്കാണ്. ആരോഗ്യമൊക്കെ ചിലപ്പോൾ പോവും, പക്ഷെ നമ്മൾ ഓടിയാൽ മതിയാവും. കിട്ടുന്നുണ്ടോ? എൻ്റെ ആരോഗ്യം പോയേ എന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കാനുള്ള സമയം നമുക്കില്ല. ഓടിക്കോളുക. ഈ ജീവിതം കർത്താവ് തന്ന ഈ ജീവിതം ഓടണം. വചനം നമ്മളോട് പറയാണ്, സ്ഥിരോത്സാഹത്തോടെ ഓടി തീർക്കണം. അവിടെയാണ് ചിലപ്പോൾ നമുക്കെല്ലാം ഒരു അബദ്ധം പറ്റണത് അല്ലേ? പണ്ടത്തെ ഒരു ഉത്സാഹം ഇല്ല, പണ്ടത്തെ പോലെ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, പണ്ടത്തെ പോലെ അധ്വാനിക്കാൻ പറ്റുന്നില്ല. പല കാരണങ്ങളാണ്. ആരോഗ്യം പോയി, പണ്ടത്തെ അത്ര ഒരു ബലമില്ല, പണ്ടത്തെ അത്ര ഒരു തീഷ്ണതയില്ല, എല്ലാം നഷ്ടപ്പെട്ടു. പറഞ്ഞേ ഹല്ലേലൂയ. ഉണ്ടോ ഇപ്പം ആ തീഷ്ണതയൊക്കെ? നമ്മളിങ്ങനെ ഒരു കൺവെൻഷൻ പന്തലിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ആ തീഷ്ണത വരണം, തീ കത്തണം. ഈ തീഷ്ണത കുറയുമ്പോൾ ദേവാലയത്തിലേക്ക് ഓടി വന്ന് വചനം കേട്ടുകൊണ്ടിരിക്കണം. വീണ്ടും ആളിക്കത്തും. പറഞ്ഞേ ഹല്ലേലൂയ.
എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുഞ്ഞു ജീവിതമോ വലിയ ജീവിതമോ നമ്മൾ അതിനെ എങ്ങനെ പറഞ്ഞാലും, ആളുകൾ നമ്മളെ കളിയാക്കിയാലും, നമുക്ക് തന്നെ നമ്മളെക്കുറിച്ച് വലിയ അഭിപ്രായം ചെറിയ അഭിപ്രായം ഉണ്ടായാലും, എല്ലാവരും അവർക്ക് വേണ്ടി നിശ്ചയിച്ചിരിക്കുന്ന ഈ ഓട്ടപ്പന്തയം ഓടിത്തീർക്കണം. എങ്ങനെ ഓടിത്തീർക്കണം? സ്ഥിരോത്സാഹത്തോടെ ഓടിത്തീർക്കണം. എങ്ങനെ? ഉറക്കെ പറഞ്ഞേ, എങ്ങനെ ഓടിത്തീർക്കണം? സ്ഥിരോത്സാഹത്തോടെ ഓടിത്തീർക്കണം. മടി പിടിക്കാനോ പുറകോട്ട് പോകാനോ, എനിക്ക് ഈ സങ്കടം ഉണ്ടായി, വേദന ഉണ്ടായി, അവർ കളിയാക്കി, അവർ മാറ്റി നിർത്തിയെന്നും പറഞ്ഞ് നമുക്ക് കസേര കുത്തിയിരിക്കാനുള്ള നേരമില്ല. ഓടിക്കോളുക. അത് കർത്താവ് വിളിച്ചൊരു ജീവിതമായതുകൊണ്ട് ഓടിക്കോളുക. ഇനി ഓടാൻ വേണ്ടിയിട്ടുള്ളൊരു കാര്യമാണ് ആദ്യത്തെ വചനത്തിൽ പറഞ്ഞ 12:1. നമുക്കായി നിശ്ചയിച്ചിരിക്കുന്നത് ഓടണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളെ വിഷമിപ്പിക്കുന്ന 2 കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കണം. ആ വചനം ഒന്നുകൂടെ വായിച്ചേ. 12:1. നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയ സമൂഹമുള്ളതിനാൽ നമ്മെ വിഷമിപ്പിക്കുന്ന ഭാരവും പാപവും നമുക്ക് നീക്കിക്കളയാം. പച്ചനയിൽ കൂടെ ഓടുവാന്ന് വിചാരിച്ചു നിങ്ങൾ എന്നെ ഓടിച്ചു എന്ന് വിചാരിച്ചു? അങ്ങനെയൊന്നും ഞാൻ ഓടത്തില്ല. ഓടണം, എനിക്ക് ഓടി പാമ്പാടിക്ക് എത്തണം. ഇവിടുന്ന് ഓടിയാൽ എത്ര സമയം എടുക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പോട്ടെ, ടൗണിലേക്ക് എത്തണം എന്ന് വിചാരിച്ചു. എനിക്ക് ഓടിയെത്താം. എൻ്റെ ഈ നീളം കാലൊക്കെ വെച്ച്, എൻ്റെ സ്പീഡൊക്കെ വെച്ച്, എൻ്റെ കനക്കുറവൊക്കെ വെച്ചിട്ട് എനിക്ക് ഓടിയെത്താം. പക്ഷെ നിങ്ങൾ എൻ്റെ തലയിലേക്ക് ഈ പ്രസംഗ പീഠമൊക്കെ എടുത്തു വെച്ചിരിക്കുന്നു, കയ്യിൽ ഈ മൈക്ക് തന്നിരിക്കുന്നു, അപ്പുറത്തിരിക്കുന്ന ലൈറ്റ് തന്നിരിക്കുന്നു. ഇതെല്ലാം അച്ഛാ ഓട് 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 എന്ന് പറഞ്ഞാൽ എനിക്ക് ഓടാൻ പറ്റുമോ? എൻ്റെ അച്ഛോ, ഞങ്ങളുടെ സ്റ്റാൻഡേർഡിലുള്ള എക്സാമ്പിൾ പറയാമെന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. അത്രയും മതി കേട്ടോ. ഓടണം എന്നാണ് എൻ്റെ ആഗ്രഹം, അതാണ് എൻ്റെ ലക്ഷ്യവും. അവിടെ എത്തണം ഈ സമയത്ത്. ഓടാൻ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ ഈ പ്രസംഗ പീഠവും ഈ മൈക്കും ഈ ലൈറ്റും എല്ലാം കൂടി എടുത്ത്, ഈ പൂക്കളും എല്ലാം കൂടി എടുത്ത് ഞാൻ ഓടാൻ പോയാൽ ഓടുവാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാലെടുത്ത് മുമ്പോട്ട് വെക്കാൻ പറ്റുമായിരിക്കും. കുറച്ചങ്ങ് ഓടുമ്പോഴത്തേനും മടുക്കും. ആദ്യം ഉണ്ടായ ഉത്സാഹം പോകും, ശരീരം തളരും, മനസ്സ് തളരും. എത്തേണ്ട സമയത്ത് എത്തേണ്ട സ്ഥലത്ത് കൃത്യമായിട്ട് ഞാൻ എത്താതെ, യാത്ര പൂർത്തിയാക്കാൻ പറ്റാതെ ഇടയ്ക്ക് വെച്ച് ഞാൻ കിതച്ച് പെടച്ച് മരിച്ച് വീഴും. നിങ്ങളതിന് ചിരിക്കണം എന്തിനാ? മരിക്കുമെന്ന് പറഞ്ഞാണോ? പറഞ്ഞേ ഹല്ലേലൂയ. സ്ഥിരോത്സാഹത്തോടെ ഓടണമെങ്കിൽ, കൃത്യസമയത്ത് അവിടെ എത്തണമെങ്കിൽ, ഈ ജീവിതം അനുഗ്രഹമായിട്ട് തലയുയർത്തി പിടിച്ച് നടക്കണമെങ്കിൽ 2 കാര്യങ്ങൾ ഒഴിവാക്കിയിട്ട് ഓടാൻ കർത്താവ് പറയാണ്. നിങ്ങളെ വിഷമിപ്പിക്കുന്ന ഭാരവും പാപവും നീക്കിക്കളയുക. ഇല്ല എന്നല്ല. ഭാരമുണ്ടോ? ഉണ്ട്. പാപമുണ്ടോ? ഉണ്ട്. കർത്താവ് പറയാണ് നിങ്ങൾക്ക് ഓടാൻ വേണ്ടി അത് നീക്കിക്കളയുക. എങ്ങോട്ട് നീക്കിക്കളയണം? ഇതങ്ങ് നീക്കി വെച്ചേക്കുക. കർത്താവെ, എന്നെ കൊണ്ട് താങ്ങാൻ പറ്റത്തില്ല, ലോകത്തിൻ്റെ പാപഭാരം മുഴുവൻ താങ്ങിയ നീ ഇത് താങ്ങിക്കോളം. എന്നെ പിന്താങ്ങാൻ ആരുമില്ല, എന്നെ എടുത്ത് പിന്താങ്ങാൻ ഇപ്പോൾ ഒറ്റ ആളേ ഉള്ളൂ. ആര്? ഈശോ. കാരണം നമ്മുടെ ഭാരം എല്ലാവർക്കും ഏറ്റെടുക്കാൻ പറ്റുമോ? ഇല്ല. നമ്മൾ തന്നെ ഒരു ഭാരമായിട്ട് മാറിയേക്കാണ്. അവർക്ക് ഏറ്റെടുക്കില്ല. നമ്മൾ ചിലപ്പോൾ ചില സങ്കടങ്ങളൊക്കെ പോയി പറഞ്ഞാൽ അവർ കേട്ടിരിക്കുമോ? മൈൻഡ് പോലും ചെയ്തിട്ടുണ്ടാവില്ല, മനസ്സിലാവുക പോലും ഉണ്ടാവില്ല. ഈശോ പറയാണ് മത്തായി 11:28 പറയുന്നില്ലേ, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങളെല്ലാവരും എൻ്റെ അടുത്ത് വാ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുക. അപ്പോൾ ഒന്നാമത്തെ കാര്യം, ഭാരം ഇറക്കി വെക്കുക. ആരുടെ മുമ്പിൽ? ഈശോയുടെ മുമ്പിൽ. നിങ്ങളുടെ ടെൻഷൻസ്, നിങ്ങളുടെ സങ്കടങ്ങൾ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെ ചങ്കിനകത്ത് നിന്ന് കൈയിട്ട് വാരി എന്നാ പിടിക്കുക ഈശോ എന്ന് പറഞ്ഞല്ല. ഐ സറണ്ടർ. ഈശോ ഞാനിത് തരുവാണെന്ന് പറഞ്ഞ് കൊടുക്ക്. ടെൻഷൻ വന്നാൽ അങ്ങ് കൊടുത്തേക്കണം. ഞാനിന്ന് രാവിലെ ടെൻഷൻ അടിച്ചു. അതുകൊണ്ട് ഇന്ന് ശുശ്രൂഷ കയറുന്നതിന് മുമ്പ് ഒന്നുകൂടെ ഒന്ന് കുമ്പസാരിച്ചു. ഞാൻ രാവിലെ ഇരുന്നിട്ട് എൻ്റെ കമ്പ്യൂട്ടറിൽ ഇച്ചിരി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരു വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ തന്നെ, അത് കേൾക്കുമ്പോൾ എനിക്ക് ദേഷ്യം വരാറുണ്ട് ചില സമയത്ത്. ഞാൻ എൻ്റെ തന്നെ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഞാനെല്ലാം കഴിഞ്ഞു, എല്ലാം വർക്ക് കംപ്ലീറ്റ് ആയി. അത് കഴിഞ്ഞിട്ട് ഒരു ആരാധനയ്ക്ക് കയറി ഇരിക്കണം. ഒരു 1 മണിക്കൂർ ഇരുന്നിട്ട് വേണമായിരുന്നു ഈ ശുശ്രൂഷയ്ക്ക് വരാൻ. അപ്പോൾ കൃത്യസമയം ഇങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചേക്കാണ്. ഈ സമയത്ത് ഈ വീഡിയോയുടെ വർക്ക് തീരുന്നു, അടുത്ത 1 മണിക്കൂർ ആരാധന, അതിനുശേഷം ഈ ആലയത്തിലേക്ക് വരുന്നു. ഇതൊക്കെയാണ് പ്ലാന്. വർക്ക് കംപ്ലീറ്റ് ആയി. ഞാനത് നിങ്ങൾക്കത് മീഡിയയിലൊക്കെ നിൽക്കുന്നവർക്ക് അറിയാം, അത് റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തു. ഫൈനൽ വർക്ക് വരാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുന്നു. ഞാൻ പോയിട്ട് ലോഹയൊക്കെ ഇട്ട് ഫ്രഷ് ആയിട്ടൊക്കെ തിരിച്ചു വന്നപ്പോഴത്തേനും എൻ്റെ കമ്പ്യൂട്ടർ ഓഫായി പോയി കിടക്കുന്നു. ചാർജ് തീർന്നു പോയതാണ്. ആ വർക്ക് ഇടയ്ക്ക് വെച്ചിങ്ങനെ സ്റ്റക്കായി പോയി. സാധനം പോയി. കൈ കിട്ടിയത് ദൈവാനുഗ്രഹത്തിന് മൗസാണ്. നിങ്ങളുടെ വീട്ടിലെ ചുണ്ടലിയല്ല, കമ്പ്യൂട്ടറിൻ്റെ മൗസ്. ഒരൊറ്റ കീറ് വെച്ച് കൊടുത്തു. ദേഷ്യം വന്നാണ്. ഞാനിപ്പോൾ ദേഷ്യത്തെക്കുറിച്ച് അധികം പ്രസംഗിക്കാറില്ല. എനിക്ക് ഭയങ്കര ദേഷ്യം വന്നിട്ട് കമ്പ്യൂട്ടറിൻ്റെ മൗസ് എടുത്ത് ഒരൊറ്റ കീറ്. എന്തോ ഭാഗ്യത്തിന് ലാപ്ടോപ്പ് എൻ്റെ കയ്യിലെത്തിയില്ല. മിക്കവാറും മണ്ടറായ ഞാനത് എടുത്തെറിഞ്ഞ് മൗസിൻ്റെ തൊപ്പി ഒരു സൈഡിൽ, അതിൻ്റെ ബാറ്ററി ഒരു സൈഡിൽ, ബാറ്ററിയുടെ കവർ വേറൊരു സൈഡിൽ, എല്ലാം ഭാഗ്യത്തിന് കട്ടിലിൻ്റെ അടിയിലോട്ട് പോയി. അപ്പം തിരിച്ചു വന്ന് എടുക്കാനുള്ള മറന്നു പോകുന്നൊക്കെ വിചാരിച്ച് ദേഷ്യം വന്നാൽ പിന്നെ എന്തെങ്കിലുമൊക്കെ കാണിച്ചു വിടണല്ലോ. ഈ തല ഞരമ്പ് കയറിയാൽ അതെങ്ങനെയെങ്കിലും താഴണം. അതിന് ആദ്യത്തെ പ്രക്രിയ ഈ കാണിച്ച മണ്ടത്തരത്ത് തിരുത്താന്നുള്ളതാണ്. ഓടി കട്ടിലിൻ്റെ അടിയിലോട്ട് നൂണ്ട് കയറി ഈ ബാറ്ററി എടുത്തു, ഇതെല്ലാം എടുത്ത് തിരിച്ച് വന്ന് കയറി തിരിച്ച് നേരെ നിന്നപ്പോഴാണ് ഞാൻ ഓർത്തത്, കർത്താവെ കട്ടിലിൻ്റെ അടിയിലോട്ട് കയറിയത് ലോഹ ഇട്ടുകൊണ്ടാണ്. വെള്ള ലോഹം മുഴുവൻ ചാര കളറായി.
നിങ്ങളുടെ മനസ്സിലുള്ളതുപോലെ തന്നെ എൻ്റെ കട്ടിലിനടിയിൽ കുറേ പൊടി ഉണ്ടാകും. ഇന്ന മണ്ടത്തരം. ദേഷ്യപ്പെട്ടാൽ ടെൻഷൻ അടിച്ചാൽ നമ്മൾ മണ്ടത്തരം കാണിക്കും, ശരിയല്ലേ? ഞാൻ മാത്രമല്ല, നിങ്ങളും കാണിക്കും. ടെൻഷൻ വന്നാൽ നമ്മൾ കാണിച്ചു കൂട്ടുന്ന കുറേ കോപ്രായങ്ങൾ, പൊട്ടത്തരങ്ങൾ കാണിക്കും. ലോഹി ഇട്ടുകൊണ്ട് കട്ടിലിൻ്റെ അടിയിലോട്ട് കയറി. എൻ്റെ ദൈവം, ടെൻഷൻ അടിക്കരുതെന്നോ ദേഷ്യപ്പെട്ടിരുന്നൊന്നും അല്ല അച്ഛൻ പറയുന്നത്. ഇന്നിപ്പോൾ ഈ മണിക്കൂറിൽ അത് പറയാനുള്ള അവകാശം തൽക്കാലം എനിക്കില്ല. അതുകൊണ്ട് ശുശ്രൂഷ കയറുന്നതിന് മുമ്പ് കുമ്പസാരിച്ചു. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കമ്പ്യൂട്ടറിലെ ഒരു വർക്ക് ബ്ലോക്കായി പോയതുപോലെയല്ല. നിങ്ങളത് വളരെ നിസ്സാരമായിട്ട് എടുക്കും. കാരണം നിങ്ങൾക്ക് അനുഭവിക്കുന്ന സഹനങ്ങളും വേദനകളൊക്കെ അത്രയും വലുതാണ്, ഭാരം അത്രയും വലുതാണ്. നിങ്ങളോട് അച്ഛൻ ടെൻഷൻ അടിക്കില്ലെന്ന് പറഞ്ഞാൽ അത്ര ഈസി അല്ല. ഈസിയാണോ? അല്ല. അച്ഛന് മൗസ് പോയി തപ്പിയെടുത്തു. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം പോയി നിൽക്കുകയാണ്. എങ്ങനെ തപ്പിയെടുക്കാൻ പറ്റുന്നില്ല, സഹായിക്കാൻ ആരുമില്ല, വലിയ കടത്തിൽ നിൽക്കുകയാണ്. എനിക്ക് കടമില്ല. ചില കടം ഒക്കെ ചില സമയത്തുണ്ട്, അത്രയും. ഞങ്ങൾക്കുള്ളവരോട് ഭാരപ്പെടരുതെന്ന് പറയില്ല അച്ചോ എന്ന് ചിലപ്പോൾ പറയാൻ തോന്നും. ഞാൻ ഭാരപ്പെടലെന്നല്ല പറയണത്. ആ ഭാരം കൊണ്ട് ഇറക്കി വെക്ക്. ആരുടെ അടുത്ത്? ഈശോയുടെ അടുത്ത്. കാരണം നിനക്ക് ഭാരം ഉണ്ടെങ്കിലും ഇല്ലേലും നീ ഓടിയേ മതിയാവും. സ്ഥിരോത്സാഹത്തോടെ ഓടണം. ആ ഓട്ടപ്പന്തയം നമുക്ക് വേണ്ടി നിശ്ചയിച്ചിരിക്കുന്നു. നമ്മുടെ വിജയത്തിൻ്റെ നാഥനായ ഈശോ മിശിഹായെ കണ്ടുകൊണ്ട് വേണം നമ്മൾ ഓടാൻ. വലതുവരോർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് ഇറക്കി വെക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്താണ്? ഭാരം ആരുടെ മുമ്പിൽ ഇറക്കി വെക്കുക? ഈശോയുടെ മുമ്പിൽ. നിങ്ങളെ അലോസരപ്പെടുത്തുന്ന സങ്കടങ്ങൾ, നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന സാഹചര്യങ്ങൾ, നിങ്ങളെ വിഷമിപ്പിച്ച വ്യക്തികൾ, നിങ്ങളെ കീറി മുറിച്ച ചില മനുഷ്യരുടെ വാക്കുകൾ, നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ, കുടുംബത്തിലെ അസ്വസ്ഥതകൾ, നിങ്ങളെ ഇന്ന് ഭാരപ്പെടുത്തുന്ന, ശ്വാസം എടുക്കാൻ പറ്റാത്ത രീതിയിൽ, ഒന്ന് പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ നിങ്ങളെ വീർപ്പ് മുട്ടിക്കുന്ന ആ സങ്കടങ്ങൾ, ഭാരങ്ങൾ ഈശോയുടെ മുമ്പിലേക്ക് ഇറക്കി വെക്കുക. സ്ഥിരോത്സാഹത്തോടെ ഓടാൻ വേണ്ടി രണ്ട് കാര്യങ്ങൾ ഒഴിവാക്കുക. ഭാരം ഒഴിവാക്കണം, പാപം ഒഴിവാക്കണം. ഭാരങ്ങളെല്ലാം ഈശോയുടെ കയ്യിലോട്ട് കൊടുത്തു. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പാപങ്ങൾ ഒഴിവാക്കുക. ഒന്ന് നിവർന്നിരിക്കാമോ? നിവർന്നിരുന്നത്. ഇത് വളരെ ശ്രദ്ധയോടെ ഈ കാര്യം മനസ്സിലാക്കണം. ചിലപ്പോൾ പാപത്തെക്കുറിച്ചൊക്കെ പറയുമ്പോഴത്തേ നമുക്ക് ഉറക്കം കൂടും. കാരണം അത് സാത്താൻ ഇഷ്ടമല്ല. ബാക്കിയൊക്കെ ഓക്കെയാണ്. ഈശോൻ്റെ ഭാരം ഏറ്റെടുക്കുന്നു എന്നൊക്കെ പറയുമ്പം, കർത്താവ് ഇതെല്ലാം കാണുന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു ഒരു ജിൽ മനസ്സിൽ തോന്നും. പക്ഷേ എനിക്ക് കേൾക്കാൻ പോകുന്നത് ചിലപ്പോൾ അത്ര സുഖമുള്ള കാര്യമല്ല. പാപികളാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. കണ്ടുപിടിക്കണില്ല, എന്നാലും നിങ്ങൾ അഭിനയിക്കാൻ പഠിച്ചിരിക്കുന്നു. പാപങ്ങളും കൂടെ ഇറക്കി വെക്കുക. അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. കാരണം ഭാരത്തെക്കാൾ കൂടുതൽ, ജീവിത നൊമ്പരങ്ങൾ, ഭാരങ്ങൾ, മനസ്സിൻ്റെ അസ്വസ്ഥതകളെക്കാൾ കൂടുതൽ നമ്മളെ ഏറ്റവും കൂടുതൽ ബലഹീനരാക്കാൻ പോകുന്നത് നമ്മുടെ പാപങ്ങളാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ഈശോ നമ്മൾ ഈ വചന ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ വചനത്തിലൂടെയൊക്കെ തന്ന ഇതാണ്. നിയമാവർത്തനം 7-ാമത്തെ അധ്യായത്തിൽ 6-7 വാക്യങ്ങൾ. നിങ്ങളിൽ കുറവുള്ളവരെ, ബലഹീനതയുള്ളവരെ, 1 കൊരിന്തോസ് 1-ാമത്തെ അധ്യായത്തിൽ 27 മുതലുള്ള വാക്യങ്ങൾ വായിച്ചു. അവഗണിക്കപ്പെട്ടവരെ, ശക്തിയില്ലാത്തവരെ എല്ലാം കർത്താവ് തിരഞ്ഞെടുത്ത് സ്നേഹിച്ചു. നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയേ, നമ്മുടെ ശക്തി ഏറ്റവും കൂടുതൽ ചോർത്തിക്കളയുന്നത് മനുഷ്യരല്ല, പാപങ്ങളാണ്. നമ്മളെ ബലഹീനരാക്കി കളയുന്നത്, നമ്മുടെ ഉത്സാഹം കുറച്ച് കളയുന്നത് ജീവിതത്തിലുണ്ടാകുന്ന നൊമ്പരത്തിൻ്റെ അനുഭവങ്ങളല്ല, പകരം നമ്മൾ ചെയ്തു കൂട്ടിയ പാപങ്ങളാണ്. നിങ്ങൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഇതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. പറഞ്ഞേ ഹല്ലേലൂയ. മറ്റേ സൈഡിലേക്ക് നമ്മളിങ്ങനെ ഒത്തിരി കോൺസെൻട്രേറ്റ് ചെയ്യാം. നമുക്കത് ഒത്തിരി നമ്മുടെ ഉള്ളിലൊരു പ്രചോദനമൊക്കെ കിട്ടും. ഈശോൻ്റെ ഭാരം ഏറ്റെടുക്കുന്നു, ഈശോയ്ക്ക് അതെല്ലാം കൊടുക്കാം. ഈശോ വളരെ സ്നേഹത്തോടെ ആവശ്യപ്പെടുന്ന, നിർബന്ധിക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങളുടെ പാപങ്ങളും കൂടെ നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വിട്ടുതരണം. പറഞ്ഞേ ഹല്ലേലൂയ. കാരണം വചനത്തിൽ മത്തായി 11:28 ഈശോ പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എൻ്റെ അടുത്തോട്ട് പോരും. അത് മാത്രമല്ല, എൻ്റെ അടുത്തേക്ക് വരുന്നത് മാത്രമല്ല, ഞാൻ നിങ്ങളുടെ അടുത്തേക്കും വരും. ആരെ തേടിയാണ് ഈശോ വരുന്നത്? പാപികളെ തേടി ഈശോ വരികയാണ്. ചിലപ്പോൾ നമുക്ക് ഭാരം ഇറക്കി വെച്ചതുപോലെ പാപം ഇറക്കി വെക്കാൻ ചിലപ്പോൾ തോന്നുന്നുണ്ടാവില്ല. ചില പാപങ്ങൾ നമുക്ക് ഇഷ്ടപ്പെട്ട് കാണും. പക്ഷെ ഇഷ്ടപ്പെട്ട് ചെയ്താൽ ചിലപ്പോൾ അടിമത്തത്തിലേക്ക്, ആസക്തിയിലേക്കൊക്കെ പോയ ആ പാപങ്ങളെല്ലാം നമ്മളെ ബലഹീനരാക്കിയിട്ടുണ്ട്, നമ്മളെ ശക്തി ക്ഷയിച്ച് കളഞ്ഞിട്ടുണ്ട്. നമ്മുടെ ആത്മീയവും ശാരീരികവുമായ എല്ലാ ശക്തിയും ക്ഷയിപ്പിച്ച് കളഞ്ഞത് നമ്മൾ ചെയ്തു കൂട്ടിയ നമ്മുടെ പാപങ്ങളാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. നമ്മളിപ്പോൾ ചിന്തിക്കുക, അങ്ങനെ വലിയ മാരക പാപങ്ങളൊന്നും ചെയ്തിട്ടില്ല, അല്ലേ? മാരക പാപങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ ഉറക്കം തൂങ്ങുന്നവരെല്ലാം മാരക പാപം ചെയ്തിട്ടുള്ളവരാണ്. അതുകൊണ്ടാണ് കുറ്റബോധം കൊണ്ടാണ് നിങ്ങളുടെ ഉറക്കം തൂങ്ങി പോകുന്നത്. അടുത്തിരിക്കുന്നവരെ തുറച്ചു നോക്കുകയൊന്നും വേണ്ട, അത് നീ തന്നെ. ദൈവമേ, ഞാനാണെ 4 സ്പീക്കറിൽ കൂടെ അത് കേൾക്കുകയും ചെയ്തു. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒഴിവാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ പാപങ്ങൾ ഈശോയുടെ കയ്യിലോട്ട് വിട്ടുകൊടുക്കണം. കാരണം ശക്തി ക്ഷയിപ്പിച്ച് കളയും. പഴയ ഉത്സാഹം പോയി എന്നൊക്കെ പറഞ്ഞില്ലേ നമ്മൾ മുമ്പേ? പഴയ പോലെ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞില്ലേ? കാരണം എന്താണ്? എവിടെയോ മുറിച്ച് കളയേണ്ട ഒരു പാപത്തിൻ്റെ മേഖല ഉണ്ടോ എന്ന് ചിന്തിച്ചേക്കണം. നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, നമ്മൾ നിയോഗങ്ങൾ സമർപ്പിക്കുന്നുണ്ട്, നമ്മൾ ബലിയർപ്പിക്കുന്നുണ്ട്, ജപമാല ചെല്ലുന്നുണ്ട്, കൺവെൻഷനുകളിൽ പങ്കെടുക്കുന്നുണ്ട്, ബൈബിൾ വായിക്കുന്നുണ്ട്. പക്ഷെ ചില പാപങ്ങൾ നീ അതിൻ്റെ കൂടെ തന്നെ ചെയ്യുകയാണെങ്കിൽ ഉത്തരം കിട്ടത്തില്ല എന്ന് മാത്രമല്ല, ഇത് നിന്നെ തളർത്തിക്കളയും.
പാപവും ഭാരവും തളർത്തിക്കളയും. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പാപം. ഒഴിവാക്കണം. കാരണം അത് നമുക്ക് മാരകമായ ഭവിഷ്യത്തുകൾ ഉണ്ടാക്കും. നിങ്ങൾ മാരക പാപം ചെയ്യണമെന്നില്ല, അതിന് ചെയ്യുന്ന പാപം മാരകമായ റിസൾട്ടാണ് കൊണ്ടുവരുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. അതിൻ്റെ ഒന്നാമത്തെ കാരണം, ഈ പാപം നമ്മൾ ആർക്കെതിരെയാണ് ചെയ്യണത്? ആർക്കെതിരെ ചെയ്യുന്നത്? ഞാൻ ചേട്ടായിയെ ഇടിച്ചു, പാപമായി പോയി. പക്ഷെ അത് ചെയ്തത് ആർക്കെതിരെയാണ്? ദൈവത്തിനെതിരെയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. സങ്കീർത്തനം 51 എടുക്കാവോ? ദാവീദിന്റെ സുന്ദരമായ ഒരു സങ്കീർത്തനം, 51-ാമത്തെ സങ്കീർത്തനം. നന്നായിട്ട് അറിയാവുന്ന, ചിലപ്പോൾ കാണാപ്പാട് അറിയാവുന്ന വചനമായിരിക്കും. 51-ാമത്തെ സങ്കീർത്തനത്തിൽ അതിൻ്റെ 3-4 വാക്യങ്ങൾ വചനം കിട്ടിയവർ ഒരുമിച്ച് വായിക്കാം. 51-ാമത്തെ സങ്കീർത്തനം 3-4 വാക്യങ്ങൾ വായിച്ച്. എൻ്റെ അതിക്രമങ്ങൾ ഞാൻ അറിയുന്നു, എൻ്റെ പാപം എൻ്റെ കൺമുമ്പിലുണ്ട്. അങ്ങേക്കെതിരായി, അങ്ങേക്ക് മാത്രമെതിരായി ഞാൻ പാപം ചെയ്തു. കാരണം ഈ പാപം നമ്മളെ ബലഹീനരാക്കുന്ന ഒന്നാമത്തെ കാര്യം, ഇത് ഞാൻ ആർക്കെതിരെ ചെയ്തു? ഈശോയ്ക്കെതിരെ. എന്നെ സ്നേഹിച്ച, എൻ്റെ ബലഹീനതയിൽ എന്നെ ശക്തിപ്പെടുത്തിയ, എൻ്റെ ഭാരമേറ്റെടുത്ത, എൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായി തീർന്ന കർത്താവിനെതിരെ ഞാൻ പാപം ചെയ്തു. കിട്ടുന്നുണ്ടോ? നമുക്കിപ്പം മനുഷ്യരുടെ അടുത്തുനിന്ന് വേദനകൾ ഉണ്ടാകാം. 2 തരത്തിൽ വേദന വരാം. ഒന്ന്, നിങ്ങളുടെ വഴിയെ പോയ ഒരാൾ നിങ്ങളെ ചീത്ത വിളിച്ച് വേദന തരും. 2, നിങ്ങൾ അത്രയധികം സ്നേഹിച്ച ഒരാൾ നിങ്ങളെ ചീത്ത വിളിച്ച് നിങ്ങൾക്ക് വേദന തരും. 2 ഒരുപോലത്തെ വേദന ആയിരിക്കുമോ? വഴിയെ പോകുന്നവൻ നമ്മളെ ഉപദ്രവിച്ചാൽ വേദനയ്ക്ക് ഉറപ്പാണ്. പക്ഷേ വേദനയുടെ മുറിവിൻ്റെ ആഴം കൂട്ടുന്നത് നമ്മൾ അത്രയും സ്നേഹിച്ചവർ ചിലപ്പോൾ നമ്മളെ വേദനിപ്പിക്കുമ്പോഴാണ്. ശരിയാണോ? പറഞ്ഞേ ഹല്ലേലൂയ. ശരിയാണേ ആന്ന് പറയാൻ പറ്റി? ആണോ? ആണ്. അത് പറയാൻ തന്നെ ഒരു മടി അല്ലേ? നമുക്ക് അങ്ങനെയാണ്. നമ്മൾ അത്രയും സ്നേഹിച്ചവർ, നമ്മൾ മൈൻഡ് ചെയ്യാത്തവർ, അതിലെ പോയവനൊക്കെ തല്ലി ചീത്ത പറഞ്ഞു ഉപദ്രവിച്ചു, നോ, അതൊക്കെ വേദന ഉണ്ടാവും. പക്ഷേ നമ്മൾ സ്നേഹിച്ച്, ചങ്ക് കൊടുത്ത് സ്നേഹിച്ചവരൊക്കെ നമ്മളെ വേദനിപ്പിച്ചാൽ മുറിവിന് ആഴം കൂടും. ഈശോയുടെ ആ ഒരു ആംഗിളിൽ നിന്നുകൊണ്ട് ചിന്തിക്കുക, ഞാൻ പാപം ചെയ്തു. ആർക്കെതിരെ? ദൈവത്തിനെതിരെ. ഏത് ദൈവത്തിനെതിരെ? എന്നെ സ്നേഹിച്ച, ബലഹീനനായ, കുറവുള്ള, അവഗണിക്കപ്പെട്ട, ലോകം മാറ്റി നിർത്തിയ, ഒത്തിരി ഭാരങ്ങളുള്ള എന്നെ സ്നേഹിച്ച കർത്താവിനെതിരെ ഞാൻ പാപം ചെയ്തു. അപ്പം ശ്രദ്ധിക്ക്, ഏറ്റവും അപകടം പിടിച്ചത് ഭാരമല്ല, പാപമാണ്. സ്ഥിരോത്സാഹം നഷ്ടപ്പെടുത്തി കളയുന്നത് ഭാരമല്ല, പാപമാണ്. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം നമ്മൾ ഒഴിവാക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങൾ ഇനി വചനം കേൾക്കുമ്പോൾ സങ്കടത്തിലായിരിക്കാം, വേദനയിലായിരിക്കാം, ഒരു ബുദ്ധിമുട്ടിലായിരിക്കാം, ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി നിൽക്കുകയായിരിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കുമ്പസാരിച്ച് പാപം കഴുകി ശുദ്ധീകരിച്ച് ഈശോയുടെ മുമ്പിൽ നിഷ്കളങ്കതയിൽ, നീതിയിലായിരിക്കുക. കർത്താവ് ഇറങ്ങി പ്രവർത്തിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. ഇല്ലെങ്കിൽ കർത്താവ് പോലും നമ്മളെ കൈവിട്ട് കളയും. പൗലോസ്ലേഹ ഇങ്ങനെ കർത്താവിൻ്റെ കാരുണ്യത്തെക്കുറിച്ചും കാഠിന്യത്തെക്കുറിച്ചും പറയുന്നുണ്ട്. റോമ 1:18 വാക്യങ്ങൾ, പ്രത്യേകിച്ച് 20 നമുക്ക് എടുക്കണമെന്നില്ല, എല്ലാം കൂടെ എടുക്കാൻ സമയമില്ല. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 1-ാമത്തെ അധ്യായം അതിൻ്റെ 24-ഉം 28-ഉം വാക്യങ്ങളിൽ 2 വാക്കുകൾ അവിടെ ഉപയോഗിക്കുന്നുണ്ട്. ദൈവം അവരെ ഒരു പാപത്തിന് വിട്ടുകൊടുത്തു. റോമ 1:24-28 പിന്നീട് വായിച്ചാൽ മതി. ദൈവം അവരെ വിട്ടുകൊടുത്തു, കൈവിട്ട് കളഞ്ഞു. അത്രയും നേരം കർത്താവ് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കുറവുകളുണ്ടായി, പാപങ്ങളുണ്ടായി, തെറ്റുകൾ ആവർത്തിച്ച് ചെയ്തു, ചില കുഴികളിലൊക്കെ വീണുപോയി. ആ കുഴിയിൽ നിന്നെല്ലാം കർത്താവ് നമ്മളെ പിടിച്ചെടുത്തു. ഒരുപാട് കുമ്പസാരങ്ങൾ, ധ്യാനങ്ങൾ, വചന ശുശ്രൂഷയോടൊക്കെ നമുക്ക് ബോധ്യങ്ങൾ കിട്ടി. പക്ഷെ നമ്മൾ വീണ്ടും വീണ്ടും ആ പാപത്തിന്റെ പിടിയിലേക്ക് പൊക്കോണ്ടിരുന്നാൽ അതിൻ്റെ ഒരു മൂർധന്യാവസ്ഥയിൽ വചനം സാക്ഷ്യപ്പെടുത്തുകയാണ്. പൗലോസ്ലേഹ പറയാണ്, കർത്താവിൻ്റെ സ്നേഹം മാത്രമല്ല, കാരുണ്യം മാത്രമല്ല, കാഠിന്യമുണ്ട്. കർത്താവ് കൈവിട്ട് കളയും. കർത്താവ് കൈവിട്ടാൽ നമ്മൾ ഏറ്റവും ബലഹീനരായി പോകും. പിടികിട്ടുന്നുണ്ടോ? പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ ബലഹീനനായിരിക്കുമ്പോഴാണ് ഞാൻ ഏറ്റവും ശക്തി പ്രാപിക്കുന്നതെന്ന് പൗലോസ്ലേഹ പറയുമ്പോൾ, പൗലോസ്ലേഹ നമ്മളോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്, പാപമായിരിക്കരുത് നിന്റെ ബലഹീനത. ആ പാപം നിന്റെ ശക്തി കളഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും കർത്താവിലേക്ക് തിരിച്ചു കയറി ചെന്നാലേ, കർത്താവിൻ്റെ കൈ പിടിച്ചാൽ മാത്രമേ വീണ്ടും ശക്തി പ്രാപിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ ഏറ്റവും വലിയ വീക്ക്നെസ്, ഏറ്റവും വലിയ ബലഹീനത, ഏറ്റവും വലിയ പാപം, ചെയ്യുന്ന ഓരോ പാപങ്ങളും നമ്മുടെ ഉത്സാഹം നഷ്ടപ്പെടുത്തും, നമ്മളെ തളർത്തിക്കളയും. ഈ ഓട്ടം പൂർത്തിയാക്കാനും പറ്റില്ല. നിത്യജീവൻ്റെ നീതിയുടെ കിരീടം നിനക്ക് കിട്ടാതെയും പോകും. ഇതിന് അപകടം പിടികിട്ടുന്നുണ്ടോ? പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത് എന്തൊരു വാസ്തവമാണെന്ന് ഓർത്ത് നോക്കി. നിങ്ങളൊന്ന് നിവർന്നിരിക്കും. വീട്ടിലെ എനിക്കറിയാവുന്നത് അങ്ങനെ സംഭവിക്കുന്നു. ഭാരം ഇറക്കി വെക്കണം എന്ന് പറഞ്ഞപ്പോൾ കണ്ണ് നിറഞ്ഞൊഴുകിയവരുണ്ട് ഇതിനകത്ത്. പാപം ഇറക്കി വെക്കണം എന്ന് പറഞ്ഞപ്പോൾ ആ കണ്ണ് അടച്ച് പോയവരുണ്ട്. നമ്മുടെ ക്രിസ്തു മതത്തിന് പറ്റിയൊരു അബദ്ധത്തെ പിടികിട്ടുന്നുണ്ടോ? നമ്മുടെ കൺവെൻഷൻ പന്തലുകൾക്ക് പറ്റിപ്പോയൊരു അബദ്ധത്തെ പിടികിട്ടുന്നുണ്ടോ?
നിങ്ങൾ കേട്ട ആത്മീയതയ്ക്ക് പറ്റിയ ഒരു അബദ്ധം പിടികിട്ടുന്നുണ്ടോ? കാലഘട്ടം നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ ഭീഷണിയാണ് നിങ്ങളൊക്കെ. കാരണം ഭാരമിറക്കി വെക്കാൻ പറയുമ്പോൾ നിങ്ങൾ എന്ന് പറയുന്നു, ആശ്വാസം. പാപമിറക്കി വെക്കാൻ പറയുമ്പോൾ ഇതൊന്നും നമ്മളെ ബാധിക്കുന്നില്ല എന്നും പറഞ്ഞ് ശ്വാസത്തെക്കാൾ കുളിർമയോടെ നിങ്ങൾ ഉറക്കം തൂങ്ങുന്നു. ഇതെൻ്റെ പ്രശ്നമല്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. കാരണം ആണെങ്കിൽ നിങ്ങൾ ആദ്യം മുതലേ ഉറങ്ങിയാനെ. എൻ്റെ ശബ്ദത്തിൻ്റെയോ എൻ്റെ മോഡുലേഷൻ്റെയോ എൻ്റെ വചനപ്രഘോഷത്തിൻ്റെ പ്രശ്നമല്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എന്നെ ഇങ്ങോട്ട് നിർത്തിയ കർത്താവിനും അറിയാം. ഈ പ്രശ്നം മുഴുവൻ നിങ്ങളുടേതാണ്. ആത്മശോധനയ്ക്ക് വിധേയമാക്കാൻ ഞാൻ വിധിക്കുന്നില്ല. കാരണം വിധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനും അത് കേട്ടോണ്ടിരിക്കുകയാണ്. നീ ഉറങ്ങാത്ത ചിലപ്പോൾ നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലടാ എന്ന് കർത്താവ് ചിലപ്പോൾ എന്നോട് ചോദിച്ചേക്കാം. പക്ഷെ നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് ആത്മപരിശോധനയ്ക്ക് ഇത് വിധേയമാക്കണം. ഈശോയെ, നീ അനുതാപത്തെക്കുറിച്ച് പറയുമ്പോൾ, പാപത്തെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഉറക്കം തൂങ്ങുന്നുണ്ടെങ്കിൽ ഞാൻ അനുഭവിച്ച ആത്മീയത ഇറ്റ് ഈസ് എ ഫണ്ണി സ്പിരിച്വാലിറ്റി. ഒട്ടും കഴമ്പില്ലാത്ത, അടിത്തറയില്ലാത്ത ഒരു ആത്മീയതയാണ് എനിക്ക്. 100 ധ്യാനങ്ങളോ 1000 കൺവെൻഷനുകളോ നടത്തിയതോ കൂടിയതോ അല്ല കർത്താവ് കണക്കിലെടുക്കുന്നത്. ഈ പാപത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ നിന്റെ ചങ്ക് പൊടിയുന്നില്ലെങ്കിൽ നീ കേട്ട സുവിശേഷം നിനക്ക് വെറുതെ ആയിപ്പോയി. പത്രോസ്ലീഹ പാപത്തെക്കുറിച്ച് അല്ല പ്രസംഗിച്ചത്, ഈശോയെക്കുറിച്ച്, ഈശോയുടെ സ്നേഹത്തെക്കുറിച്ച്, ഈശോയുടെ രക്ഷയെക്കുറിച്ച് പ്രസംഗിച്ചപ്പോൾ ചങ്ക് പൊട്ടി മാനസാന്തരപ്പെട്ട് ഹൃദയം നുറുങ്ങിയ ഒരു ജനത, ആ ജനതയാണ് തിരുസഭയായിട്ട് മാറിയത്. ആ തിരുസഭയ്ക്ക് നാണക്കേട് ഉണ്ടാക്കരുത്. ഈശോ പ്രസംഗിച്ചാരംഭിച്ചതും ഈ ഒരു വിഷയത്തെക്കുറിച്ചാണ്. മാനസാന്തരപ്പെടുക, പാപം ഒഴിവാക്കുക. അത് പറഞ്ഞുകൊണ്ടാണ് ഈശോ ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷ തുടങ്ങിയത്. ആ ദൈവരാജ്യത്തിന്റെ ഭാഗമാണ് ഞങ്ങളെന്ന് പറഞ്ഞ് ആ ദൈവരാജ്യത്തിന് നാണക്കേട് ഉണ്ടാക്കരുതെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. പറഞ്ഞേ ഹല്ലേലൂയാ. എൻ്റെ ദൈവമേ, നമ്മുടെ അവസ്ഥ പിടികിട്ടുന്നുണ്ടോ? അല്ല, എൻ്റെ ദൈവമേ എന്നല്ല, എൻ്റെ മക്കളെ, എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ അവസ്ഥ പിടികിട്ടുന്നുണ്ടോ? There is no reason. നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കണം. എന്നെ പറ്റി എനിക്ക് ഉറക്കം തൂങ്ങാൻ, ഇനി മേലെ ഉറക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കരുത്. നിങ്ങൾ ഉറങ്ങിയത് നന്നായി. ഒരു ഉണർത്തുപാട്ടായില്ലേ അത്? ഒരു ബോധ്യം കിട്ടിക്കോണം. ഇത്രേ ഉള്ളൂ നമ്മുടെ ആത്മീയത. മനസ്സിലാവുന്നുണ്ടോ? ഇത്രേ ഉള്ളൂ. കാരണം ഏറ്റവും സീരിയസ് ആയ കാര്യം നമുക്ക് താല്പര്യമില്ല. പാപത്തെക്കുറിച്ച് മാനസാന്തരം, കുമ്പസാരം, പിശാചിനെ പോലെ തന്നെ ഇത് കേൾക്കുന്നത് നമുക്ക് ചിലപ്പോൾ ഇഷ്ടമില്ല. പക്ഷേ പിശാച് ഉണർന്നിരിക്കും. നമ്മൾ അവനെക്കാട്ടും ജീപ്പായതുകൊണ്ട് നമ്മൾ ഉറങ്ങിക്കിടക്കും. കാരണം അവൻ ഞെട്ടി വരയ്ക്കും പാപത്തെക്കുറിച്ചൊക്കെ പ്രസംഗിക്കുമ്പോഴേ. മാനസാന്തരം, കാരണം നരകവാതിൽ കിടിലം കൊള്ളുന്ന സമയമാണ്. പക്ഷെ നമ്മൾ 2 കരങ്ങൾ ഉയർത്തി ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. നേരിട്ട് പറഞ്ഞേ, ഈശോയെ, എൻ്റെ ഭാരങ്ങളും എൻ്റെ പാപങ്ങളും ഞാൻ നിൻ്റെ കയ്യിലേക്ക്, നിൻ്റെ കാൽച്ചുവട്ടിലേക്ക് ഏൽപ്പിച്ചു തരുന്നു. ഹല്ലേലൂയാ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. ഭാരം ഏൽപ്പിച്ചു കൊടുക്കുന്നതിനേക്കാൾ പ്രധാനമാണ് പാപം ഏൽപ്പിച്ചു കൊടുക്കുക. കാരണം പാപം നമ്മൾ ദൈവത്തിനെതിരെ നേരിട്ട് കർത്താവിനെതിരെ ചെയ്തു പോകുന്നതുകൊണ്ട് അത് നമ്മളെ ബലഹീനരാക്കും. കർത്താവ് കൈവിട്ട് കളയും. നമ്മുടെ ശക്തി മുഴുവൻ ക്ഷയിച്ച് ദൈവത്തിനെതിരായി ചെയ്തു പോയതെല്ലാം നമുക്ക് അപകടമായിട്ട് മാറും. ഏറ്റവും അവസാനത്തെ ഒരു കാര്യം, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 59:1-2 ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇത് നിങ്ങൾ ഉണർന്നിരിക്കുമെന്ന് എനിക്കറിയാം. പക്ഷെ നിങ്ങളെ ഞാൻ ഉറക്കും ഈ കാര്യം പറഞ്ഞുകൊണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 59-ാമത്തെ അധ്യായം എടുക്കുക. വലിയൊരു അനുഗ്രഹത്തിൻ്റെ വചനമാണ് അവിടെ പറയുന്നത്. അറിയാവുന്ന വചനമാണ്. യെശയ്യാ 59 അതിൻ്റെ 1-ാമത്തെ വാക്യം, രക്ഷിക്കാൻ കഴിയാത്ത വിധം എൻ്റെ കരങ്ങൾ കുറുകിപ്പോയിട്ടില്ല, കേൾക്കാൻ പറ്റാത്ത വിധം എൻ്റെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. കർത്താവ് പറയാണ് പ്രവാചകനിലൂടെ, നിങ്ങൾ ഈ ഭാരപ്പെടുമ്പോൾ, നിങ്ങൾ ഈ സങ്കടപ്പെടുമ്പോൾ, നിങ്ങൾ ഈ വേദനിക്കുമ്പോൾ നിങ്ങളെ സഹായിക്കാൻ പറ്റാത്ത രീതിയിൽ എൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല. നിങ്ങളെ സഹായിക്കാൻ പറ്റാത്ത രീതിയിൽ, നിങ്ങളുടെ കണ്ണുനീര് കാണാൻ പറ്റാത്ത രീതിയിലോ, നിങ്ങളുടെ കണ്ണീര് കേൾക്കാൻ പറ്റാത്ത രീതിയിലോ, വേദന നൊമ്പരം കേൾക്കാൻ പറ്റാത്ത രീതിയിലോ എൻ്റെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. നിങ്ങളത് വിശ്വസിക്കുന്നില്ലേ? അച്ഛൻ കേൾക്കില്ല നിങ്ങളുടെ സങ്കടം, നാട്ടുകാർ കേൾക്കില്ല നിങ്ങളുടെ സങ്കടം, ചിലപ്പോൾ മനുഷ്യർ നിങ്ങളെ സഹായിക്കില്ല. പക്ഷേ കരം നീട്ടിപ്പിടിച്ച് സഹായിക്കുന്ന, ചെവി തുറന്നു പിടിച്ചത് കേൾക്കുന്ന, കണ്ണ് തുറന്നു പിടിച്ചത് കണ്ട് നിങ്ങളുടെ നേരെ കരം നീട്ടിപ്പിടിച്ച് നിങ്ങളെ പൊക്കിയെടുക്കാൻ പറ്റുന്ന കർത്താവുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയാ. പക്ഷേ അധ്യായത്തിൻ്റെ ടൈറ്റിൽ ഇങ്ങനെയാണ്, രക്ഷയ്ക്ക് തടസ്സം. രക്ഷിക്കാൻ പറ്റാത്ത വിധം കുഴപ്പമൊന്നുമില്ല, കർത്താവിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്തോ കുഴപ്പമുണ്ട്, എന്തോ ഒരു തടസ്സമുണ്ട്. 2-ാമത്തെ വാക്യം ഉറക്കെ വായിച്ചേ. നിന്റെ അകൃത്യങ്ങൾ നിന്നെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു, നിന്റെ പാപങ്ങൾ അവിടുത്തെ മുഖം നിന്നിൽ നിന്ന് മറച്ചിരിക്കുന്നു, അതിനാൽ അവിടുന്ന് നിന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല. നമുക്ക് ഉറപ്പാണ് ഈശോ പരിഗണിക്കും, ഈശോ സ്നേഹിക്കും, ഈശോ ശക്തി നൽകും എന്നൊക്കെ നമുക്ക് ഉറപ്പാണ്. ആ രക്ഷയ്ക്ക് തടസ്സമില്ലെന്ന് നമുക്ക് നന്നായിട്ടറിയാം. പക്ഷേ എന്നിട്ടും എന്തുകൊണ്ട് ഉത്തരം കിട്ടുന്നില്ല എന്ന് ചോദിച്ചാൽ, വചനം ഒരു കലർപ്പും ഇല്ലാതെ, ഒരു എക്സ്പ്ലനേഷനും ഇല്ലാതെ, ഒട്ടും ഡൈല്യൂട്ട് ചെയ്യാതെ വളരെ
വളരെ കൃത്യമായിട്ട് പറഞ്ഞു തരികയാണ്, നിന്റെ പാപം നിന്നെയും കർത്താവിനെയും തമ്മിൽ അകറ്റിയിരിക്കും. പാപത്തിൻ്റെ മൂന്ന് അപകടങ്ങളാണ്. ഒന്ന്, ദൈവം കൈവിടുന്നു. രണ്ട്, ഇത് നമ്മളെ ബലഹീനരാക്കുന്നു. മൂന്ന്, അനുഗ്രഹത്തിന് ഇത് തടസ്സമാണ്. അപ്പം നിങ്ങൾ പറ, ഇറക്കി വെക്കേണ്ടത് ശരിക്കും ഭാരമാണോ പാപമാണോ? പാപമാണ്. കാരണം പാപം ഇറക്കി വെച്ചാൽ, പാപം ഒഴിവാക്കിയാൽ ഈ ഭാരപ്പെടുത്തിയ കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് മാറിക്കിട്ടും. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സ്വരങ്ങളെ, ഈ വചനം കേട്ട് നമ്മൾ ഇന്ന് ഈ ശുശ്രൂഷ ഈ സമയം അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ ഇന്ന് കേട്ട കാര്യങ്ങളെല്ലാം 30, 60 അല്ല 100 മേനി ഫലം ചൂടണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈശോയുടെ അടുത്തേക്ക് തിരിച്ചു ചെല്ലുക എന്നുള്ളതാണ്. നമ്മൾ ബാറൂക്കിൻ്റെ പുസ്തകത്തിലൊക്കെ വായിക്കുന്നുണ്ട്, നിങ്ങൾ എങ്ങനെ പോയോ അതിനേക്കാൾ തീക്ഷ്ണതയോടെ തിരിച്ചു വരണം. എങ്ങനെ അകന്നു പോയോ അതിനേക്കാൾ വലിയ തീക്ഷ്ണതയോടെ തിരിച്ചു വരണം. ബാറൂക്കിൻ്റെ പുസ്തകം 4-ാമത്തെ അധ്യായത്തിലാണ്. അങ്ങനെ തിരിച്ചു വന്നാൽ രക്ഷയും നിത്യമായ ആനന്ദവും ഞാൻ നിങ്ങൾക്ക് തരുമെന്ന് വചനം വാഗ്ദാനം ചെയ്യുകയാണ്. പിന്നെ സമയം കിട്ടുമ്പോൾ ഹോസിയ പ്രവാചകന്റെ പുസ്തകം വായിക്കണം. അതിൻ്റെ 11ഉം 14ഉം അധ്യായങ്ങൾ. ഹോസിയ പ്രവാചകന്റെ പുസ്തകത്തിൽ 11-ാമത്തെ അധ്യായവും 14-ാമത്തെ അധ്യായവും. 11-ാമത്തെ അധ്യായം തുടങ്ങുമ്പോൾ ഇങ്ങനെ പറയുന്നത്, നീ ഒരു ശിശുവായിരുന്നപ്പോൾ ഞാൻ നിന്നെ സ്നേഹിച്ചു. കർത്താവ് പറയാം, നീ ഒരു കുഞ്ഞായിരുന്ന സമയത്ത് ഞാൻ നിന്നെ സ്നേഹിച്ചു. പക്ഷെ എൻ്റെ സ്നേഹത്തിൽ നീ അകന്നുപോയി, നീ ദൂരേക്ക് പോയി, എൻ്റെ സ്നേഹം വേണ്ടെന്നൊക്കെ പറഞ്ഞു പോയി. പക്ഷെ നിന്നെ ഞാൻ കരുണയുടെ കയറ് പിടിച്ച്, സ്നേഹത്തിൻ്റെ കയറ് പിടിച്ച് നിന്നെ ഞാൻ തിരിച്ചു കൊണ്ടുവരികയാണ്, നിന്നെ ഞാൻ തിരിച്ചെടുക്കാം. 14-ാമത്തെ അധ്യായത്തിൽ പറയാണ്, നിന്റെ മുറിവ് ഞാൻ ഉണക്കാം, നിന്റെ അവിശ്വസ്തത മുറിവ് ഞാൻ ഉടക്കി, ഞാൻ നിന്നെ പുനഃസ്ഥാപിക്കാം, നിന്റെ നഷ്ടപ്പെട്ടു പോയ അനുഗ്രഹങ്ങളൊക്കെ ഞാൻ തിരിച്ചു തരാം. പ്രവാചകനോട് കർത്താവ് പറയാണ്. ഹോസിയ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്ന അതേപോലത്തെ ഒരു കാര്യമാണ് ആമോസ് പ്രവാചകന്റെ പുസ്തകത്തിൽ അവസാനത്തെ അധ്യായം 9-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്, നിന്റെ തകർന്നു പോയ കൂടാരങ്ങളെല്ലാം ഞാൻ പുനരുദ്ധരിക്കാം, നിന്റെ തകർന്ന കോട്ടകളെ ഞാൻ പുനർനിർമ്മിക്കാം. നീ എവിടെ സങ്കടപ്പെട്ടോ, നീ എവിടെ കരഞ്ഞോ, അവിടെയെല്ലാം ഞാൻ നിനക്ക് സമൃദ്ധി തരാം. എല്ലാം കർത്താവ് വാഗ്ദാനം ചെയ്യുകയാണ് തിരിച്ചു വരുന്നവർക്ക് മാത്രം. അതുകൊണ്ട് ബാറൂക്കിന്റെ പുസ്തകം 4-ാമത്തെ അധ്യായത്തിൽ പറയുക, നിങ്ങൾ എങ്ങനെ പോയോ അതിനേക്കാൾ ഇരട്ടി തീക്ഷ്ണതയോടെ തിരിച്ചു വരിക, നിങ്ങൾക്ക് രക്ഷയും നിത്യാനന്ദവും കർത്താവ് തരും. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ഈ ഭാരങ്ങൾ, ഏറ്റവും ഭാരപ്പെടുത്തുന്ന ഈ പാപം നമുക്ക് ഈശോയുടെ മുമ്പിലേക്ക് ഇറക്കി വെക്കാം. നമുക്ക് ഈ പാപം എല്ലാ ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും കാരണമായി നമ്മൾ പറയുന്നില്ല. പക്ഷേ പാപങ്ങൾ കാരണം വന്ന ദുഃഖങ്ങളുണ്ട്, ദുരിതങ്ങളുണ്ട്. ഒരു പാപവും നമ്മളെ സന്തോഷിപ്പിച്ചിട്ടില്ല എന്ന് നിങ്ങൾ ഓർത്തേക്കുക. ചെയ്ത പാപങ്ങളെല്ലാം നമ്മളെ ദുഃഖിപ്പിച്ചിട്ടേ ഉള്ളൂ. അല്പസമയത്തെ സന്തോഷം തന്ന പാപങ്ങൾ എല്ലാം നമ്മളെ നിത്യമായ ദുഃഖത്തിലേക്കാണ് കൊണ്ടെത്തിച്ചത്. പാപം കാരണം വന്ന രോഗങ്ങളുണ്ട്. രോഗം വന്നതെല്ലാം പാപം കാരണമല്ല, പക്ഷെ പാപം കാരണം വന്ന രോഗങ്ങളുണ്ട്. എല്ലാം ഈശോയുടെ കയ്യിലേക്ക് കൊടുക്കുക. ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, വചനം കേട്ട് പ്രാർത്ഥിക്കുമ്പോൾ മനസ്സിലെ ചില സംഘർഷങ്ങൾ, ഇതിന് കാരണം എൻ്റെ പാപമാണെങ്കിൽ ഈശോയെ ഞാൻ ആദ്യം റിപ്പയർ ചെയ്യാൻ പോകുന്നത് അതാണ്. കാരണം ഈശോ വന്നത് എൻ്റെ പാപം ഏറ്റെടുക്കാനാണെങ്കിൽ ആ ഈശോയുടെ സ്നേഹത്തെ ഞാൻ തിരസ്കരിക്കാതിരിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ അടയാളം എൻ്റെ പാപം മുഴുവൻ ഞാൻ ഈശോയുടെ മുമ്പിൽ ഏറ്റെടുക്കുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. എല്ലാം ഈശോയുടെ കയ്യിലോട്ട് വിട്ടുകൊടുത്ത് ഈ ഓട്ടം സ്ഥിരോത്സാഹത്തോടെ ഓടിത്തീർക്കണം. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. കരങ്ങളൊന്ന് ഹൃദയത്തോട് ചേർത്ത് പിടിക്കാം, കണ്ണുകൾ ശാന്തമായിട്ട് അടയ്ക്കാം. ഈശോയെ, ഏറ്റവും ബലഹീനനായ, കുറവുകളുള്ള, അവഗണിക്കപ്പെട്ട, പരിഗണന കിട്ടാതെ പോയ എൻ്റെ ജീവിതത്തെ അനുഗ്രഹിച്ചത് നീയാണ്. ഈ ലോകത്തിലെ ഏറ്റവും നല്ലവനായതുകൊണ്ടോ ഏറ്റവും വലിയവനായതുകൊണ്ടോ അല്ല, ഏറ്റവും നിസ്സാരമായതിനെ അങ്ങ് തിരഞ്ഞെടുത്തു. ഏറ്റവും അവഗണിക്കപ്പെട്ടതിനെ അങ്ങ് തിരഞ്ഞെടുത്ത് അനുഗ്രഹിച്ചു. എൻ്റെ കുറവുകളും എൻ്റെ ഭാരങ്ങളും എൻ്റെ ദുഃഖങ്ങളും എൻ്റെ പാപങ്ങളും എല്ലാം ഞാൻ നിൻ്റെ മുമ്പിലേക്ക് ഇറക്കി വെക്കാം. ഈ ഓട്ടം എനിക്ക് ഓടിത്തീർക്കണം. വെറുതെ ഓടിയ പോലെ സ്ഥിരോത്സാഹത്തോടെ നിത്യജീവൻ, ആ കിരീടം ലക്ഷ്യമാക്കി എനിക്ക് ഓടണം. അങ്ങ് ഏൽപ്പിച്ചു തന്ന ഈ ദൗത്യങ്ങൾ, അങ്ങ് ഏൽപ്പിച്ചു തന്ന ഉത്തരവാദിത്തങ്ങളെല്ലാം എനിക്ക് പൂർത്തിയാക്കണം. എൻ്റെ ശുശ്രൂഷ, എൻ്റെ കുടുംബം, എൻ്റെ പഠനം, എൻ്റെ ജോലി, എൻ്റെ സ്വപ്നങ്ങൾ. പക്ഷെ അതിനെല്ലാം തടസ്സമായി നിൽക്കുന്ന എല്ലാ ഭാരങ്ങളും പാപങ്ങളും ഞാൻ നിൻ്റെ കാൽച്ചുവട്ടിലേക്ക് ഇറക്കി വയ്ക്കുകയാണ്. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരിക. ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ വന്നത് നീതിമാന്മാരെ തേടിയല്ല, പാപികളെ തേടിയാണ്. ഏറ്റവും ബലഹീനനായ പാപിയെ, ഏറ്റവും ഭാരം അനുഭവിക്കുന്ന വ്യക്തികളെ തേടി ഈശോ വരിക. ഈശോ വിളിക്കുമ്പോൾ ഈശോയുടെ അടുത്തേക്ക് ചെല്ലുക. സക്കേവൂസിനെ വിളിച്ചപ്പോൾ സക്കേവൂസ് ചെന്നു. ലേവിയെ വിളിച്ചപ്പോൾ ലേവി കൂടെ ചെന്നു. ശിഷ്യന്മാരെ ഓരോരുത്തരെയും വിളിക്കുമ്പോൾ അവരുടെ കുറവുകളിലേക്കോ കീറിമുറിഞ്ഞ വലയിലേക്കോ മത്സ്യം കിട്ടാത്ത വള്ളത്തിലേക്കോ ഒന്നുമല്ല അവർ നോക്കിയത്. അവരുടെ ഭാരങ്ങളും
പാപങ്ങളും എല്ലാം ഏറ്റെടുക്കാൻ പറ്റുന്ന ഈശോയിലേക്കാണ്. വലിയ അനുഗ്രഹം കിട്ടിയപ്പോഴും അവർ നോക്കിയത് നന്ദി പറയുന്നതിനേക്കാൾ അപ്പുറമായിട്ട് പാപബോധത്തോടെയാണ്. വല കീറുവോളം, വള്ളം നിറയുവോളം മത്സ്യം കിട്ടിയപ്പോൾ പത്രോസ് ലൂക്കാ 5 നമ്മൾ വായിക്കുന്നുണ്ട്, ഈശോയുടെ മുമ്പിൽ പോയി മുട്ടുകുത്തി പറഞ്ഞു, ഇത്രയും തന്ന ദൈവമേ നന്ദി എന്നല്ല, ഞാനൊരു പാപിയാണ്, എന്നിൽ നിന്ന് അകന്നു പോകണമേ. ഈശോയുടെ മുമ്പിലേക്ക് നമുക്ക് എടുത്തു വയ്ക്കാനുള്ള ഏറ്റവും വലിയ ഭാരം നമ്മുടെ പാപങ്ങളാണ്. ബാറൂക്ക് പ്രവാചക പുസ്തകം 4-27-29 വാക്യങ്ങൾ. പാപം നഷ്ടപ്പെടുത്തിയ നിന്റെ അനുഗ്രഹങ്ങളെല്ലാം കർത്താവ് നിനക്ക് തിരിച്ചു തരും. നിത്യമായ ആനന്ദത്തോടെ നീ കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കും. യെശയ്യാ പ്രവാചക പുസ്തകം 59-ാമത്തെ പറഞ്ഞു, നിന്നെ ദൈവത്തിൽ നിന്ന് അകറ്റിയ അനുഗ്രഹത്തിന് തടസ്സമായ പാപങ്ങളെല്ലാം ഒഴിവാക്കുക. 58-ാമത്തെ അധ്യായത്തിൽ അവസാനത്തെ വാക്യം ഇങ്ങനെയാണ്, കർത്താവിൽ നീ ആനന്ദിക്കുകയും അവിടുന്ന് നിന്നെ ഉന്നതങ്ങളിലൂടെ സവാരി ചെയ്യിക്കുകയും ചെയ്യും. ഈശോയെ, എൻ്റെ അനുഗ്രഹത്തിന് തടസ്സമായ എല്ലാ കാര്യങ്ങളും ഞാൻ നിൻ്റെ മുമ്പിലേക്ക് എടുത്തു വയ്ക്കുകയാണ്. എന്നെ ഭാരപ്പെടുത്തുന്ന എൻ്റെ സങ്കടങ്ങളും വേദനകളെല്ലാം ഞാൻ നിൻ്റെ മുമ്പിലേക്ക് എടുത്തു വയ്ക്കുകയാണ്. നമുക്ക് 2 കരങ്ങൾ ഉയർത്തിപ്പിടിക്കും. കരങ്ങൾ 2 ഉയർത്തിപ്പിടിച്ച് കണ്ണുകളടച്ച് നമ്മുടെ പാപങ്ങളും ഭാരങ്ങളും ഏറ്റെടുക്കുന്ന നല്ല കർത്താവിൻ്റെ ഹൃദയത്തിലേക്ക് എല്ലാം കൊടുത്തുകൊണ്ട് അതിരം തുറന്ന് ശക്തമായിട്ടൊന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, ഈശോയെ ആരാധന, ഈശോയെ ആരാധന.